ഹലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? 7 പേരായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹമ്മദ് നാസർ. ഞാൻ എക്സ്ആർ ടെക്നോളജീൻ്റെ ഫൗണ്ടറാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മൾ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ രണ്ടാമത്തെ സെക്ഷൻ, അതായത് റിയാക്ട് ജെഎസ്, അതുപോലെ തന്നെ മറ്റൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഫ്ലട്ടറുമാണ്. അപ്പോൾ ഫ്ലട്ടർ അഖിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ റിയാക്ട് ജെഎസ് ഞാനാണ് എടുക്കുന്നത്. അപ്പോൾ റിയാക്ട് ജെഎസിന് അതായത് ഓപ്ഷനിൽ റിയാക്ട് ജെഎസ് ചൂസ് ചെയ്ത എല്ലാവരും നമ്മുടെ ഈ മീറ്റിങ്ങിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും 7 പേര് മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് മറ്റുള്ളവർക്ക് റെക്കോർഡ് സെക്ഷൻ നമുക്ക് യൂട്യൂബിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താണ് റിയാക്ട് ജെഎസ്? ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ജസ്റ്റ് തിയററ്റിക്കൽ പാർട്ട് പറയാം, എന്നിട്ട് നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് കടക്കാം. അതിനുശേഷം ഇതിൻ്റെ ബേസിക് നോളജ് നമ്മൾ പഠിച്ചതിന് ശേഷം എല്ലാവരും നമ്മുടെ API ഒക്കെ ചെയ്തില്ലേ? നമ്മുടെ ബ്ലോഗ് ആപ്പിൻ്റെ API എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ എല്ലാവരും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ? അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുമോ? നമ്മളെ ബ്ലോഗ് ആപ്പിൻ്റെ API എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഓക്കെ. അപ്പോൾ APIൻ്റെ സെക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്യാം. നമ്മുടെ APIൻ്റെ സെക്ഷനിൽ നമ്മൾ ചെയ്തത് ബ്ലോഗ് ആപ്പിൻ്റെ ഓതൻറ്റിക്കേഷനിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലോഗിൻ ഉണ്ടായിരുന്നു, പിന്നെ ബ്ലോഗ് ആപ്പിൻ്റെ ക്രിയേറ്റ് ബ്ലോഗ്, അതുപോലെ തന്നെ ഗെറ്റ് ബ്ലോഗ് ബൈ യൂസർ ID, അതുപോലെ തന്നെ ഗെറ്റ് ബൈ ID, ബ്ലോഗ് ബൈ ID, അപ്ഡേറ്റ് ബ്ലോഗ്, ഡിലീറ്റ് ആൻഡ് ഗെറ്റ് ഓൾ ബ്ലോഗ്സ്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമ്മൾ API ആണ് ചെയ്തത്, അതായത് MongoDB വെച്ചിട്ട് നമ്മൾ API മാത്രമാണ് ചെയ്തത് Node.js വെച്ചിട്ട്. സോ അതൊരു ബാക്ക് എൻഡ് സെക്ഷൻ, അതായത് മിഡിൽ വെയർ ആൻഡ് ബാക്ക് എൻഡ് സെക്ഷൻ ആയിരുന്നു. സോ ഇനി നമ്മൾ ചെയ്ത ആ ഒരു API നമുക്ക് എങ്ങനെയാണ് ഫ്രണ്ട് എൻഡിലോട്ട് കണക്ട് ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം ഇതിലൂടെ, റിയാക്ട് ജെഎസിലൂടെ. അതിനുവേണ്ടി നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് റിയാക്ട് ജെഎസ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ആ ഒരു വെബ്സൈറ്റിലൂടെ ഒന്ന് ഓടിച്ചു പോകാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ സെക്ഷൻ ഫസ്റ്റ് വരുന്നത് ഹെഡർ സെക്ഷന്, പിന്നെ താഴെ ഒരു ഫൂട്ടർ സെക്ഷൻ ഉണ്ടാകും, പിന്നെ മിഡിലായിട്ട് നമുക്ക് ബ്ലോഗിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഹോമിനകത്ത് നമ്മുടെ എല്ലാ ബ്ലോഗും, എത്ര യൂസേഴ്സ് ഇതിൽ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അഡ്മിൻ, ഫിക്സ്വെയർ ടെക്നോളജി, അതുപോലെ തന്നെ യാസർ, ഇത്രയും ആളുകൾ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ബ്ലോഗ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ലോഗിൻ ചെയ്ത യൂസർ ആരാണോ അവരുടെ ആ ഒരു ബ്ലോഗ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതാണ് നമ്മളിപ്പം API നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ രണ്ടും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പറയാം. ഇപ്പോൾ അവിടെ കാണുന്നത് ഗെറ്റ് ആൾ ബ്ലോഗ്സ് എന്ന് പറയുന്ന സെക്ഷൻ ആയിരിക്കും നമുക്ക് അവിടെ കാണുന്നത്. ഇതിൻ്റെ ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ടോക്കൺ കൊടുക്കാം. ഈ ഒരു സെക്ഷൻ ആയിരിക്കും നമുക്ക് ഈ ഒരു പോർഷനിൽ കാണുന്നത്, അതായത് ഹോം എന്നുള്ള സെക്ഷനിൽ നമുക്ക് കാണുന്ന APIൻ്റെ ലിങ്കാണ് നമുക്ക് ഗെറ്റ് ഓൾ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിലെല്ലാ ബ്ലോഗ്സും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ലോഗിൻ ചെയ്ത യൂസർ ആരാണോ അവരുടെ ബ്ലോഗ് മാത്രം നമുക്ക് കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു API ഉപയോഗിക്കാം. അതൊക്കെ പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ പഠിച്ചതാണ്.
ഓ സോറി സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു, ക്ഷമിക്കണം കേട്ടോ. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ. സോറി, ജസ്റ്റ് നേരത്തെ കമൻ്റ് ആരും വന്നില്ല, അതുകൊണ്ട് പിന്നെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു രീതിയിൽ അങ്ങ് പോയതാണ്. ഓക്കെ, നമുക്കൊന്നും കൂടി റിവൈൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ API സെക്ഷൻ ക്രിയേറ്റ് ചെയ്ത ടൈമിൽ നമ്മൾ ഇപ്പോൾ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ. അപ്പോൾ API സെക്ഷനിൽ നമ്മൾ പഠിച്ചത് ഒതൻറ്റിക്കേഷൻ, അതുപോലെ തന്നെ ബ്ലോഗിൻ്റെ സെക്ഷൻ. ഒതൻറ്റിക്കേഷനിൽ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ലോഗിൻ യൂസർ, പിന്നെ വരുന്നത് ക്രിയേറ്റ് ബ്ലോഗ്, ബ്ലോഗ് ബൈ ID, ഗെറ്റ് ബ്ലോഗ് ബൈ ID, അതുപോലെ തന്നെ അപ്ഡേറ്റ്, ഡിലീറ്റ്, ഗെറ്റ് ഓൾ ബ്ലോഗ്സ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലേഔട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് വർക്കിംഗ് ഇപ്പോൾ ലോക്കലി റൺ ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ ലേഔട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഹോമിൽ വരുന്നതാണ് എല്ലാം. എത്ര യൂസേഴ്സ് ഉണ്ടോ അത്രയും യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അവർ ആരെല്ലാമാണ് ബ്ലോഗ് ചെയ്തിട്ടുള്ളത് അവരുടെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ വരും. അപ്പോൾ ആ ഒരു API ആണ് ഈ ഒരു API, ഗെറ്റ് ആൾ ബ്ലോഗ്സ് എന്ന് പറയുന്ന API. നമ്മൾ നേരത്തെ അത് പഠിച്ചതാണ്. API ക്രിയേറ്റ് ചെയ്യുന്ന സെക്ഷനിൽ APIൻ്റെ ക്ലാസ്സിൽ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാ APIസും വരും. അതുപോലെ തന്നെ ഗെറ്റ് ബ്ലോഗ് ബൈ യൂസർ ID, നമ്മൾ ഏതാണ് യൂസർ, ഇപ്പോൾ ലോഗിൻ ചെയ്ത യൂസർ ആരാണോ അവരുടെ ആ ഒരു ബ്ലോഗ് മാത്രം കാണുന്നതിനുള്ള ആ ഒരു സെക്ഷനാണ് മൈ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഈ സെക്ഷൻ വരുന്നത്. പിന്നെ ഇതിനകത്ത് ഡിലീറ്റ് ഉണ്ട്. അപ്പോൾ ഡിലീറ്റ് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇതിനകത്ത് നമ്മുടെ API സെക്ഷനകത്ത് ഡിലീറ്റ് ബ്ലോഗ് എന്ന് പറയുന്ന ഈ സെക്ഷൻ കാണാം. ഈ ഒരു ലിങ്ക് ആയിരിക്കും നമ്മൾ വിളിക്കുന്നത്. ഇതിലോട്ട് പാരാമീറ്റർ ആയിട്ട് നമ്മൾ ആ ഒരു ബ്ലോഗിൻ്റെ യൂസർ ID ആൻഡ് ബ്ലോഗ് ID നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. പിന്നെ വരുന്നത് അപ്ഡേറ്റ് സെക്ഷനാണ്. അതായത് ഈ ഒരു എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതിൻ്റെ API ആണ് അപ്ഡേറ്റ് ബ്ലോഗ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ. പിന്നെ നമുക്ക് ക്രിയേറ്റ് ബ്ലോഗാണ്. അതായത് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പുതിയൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഫൈനലായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ്. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ റിയാക്ട് JSൻ്റെ കുറേ ബേസിക്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ അശ്വിൻ എന്ന ഓക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, മാക്സിമം എത്ര ബ്ലോഗ് അക്കോമഡേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ എത്ര ബ്ലോഗ് ഉണ്ടോ അത്രയും ബ്ലോഗ് ഇപ്പോൾ ഇവിടെ വരും അറ്റ് എ ടൈമിൽ. അപ്പോൾ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് നമുക്ക് ഒരു പേജിനേഷൻ എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ടാകും ഇതിനകത്ത്. അപ്പോൾ പേജിനേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒരു അസൈൻമെൻറ്റ് ലാസ്റ്റ് ഉണ്ടാകും. അതായത് ഈ പ്രൊജക്റ്റ് വിത്ത് നിങ്ങൾക്ക് ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു അസൈൻമെൻറ്റ് കൂടി ഉണ്ടാകും. ഇപ്പോൾ നിലവിലുള്ളത് നമ്മൾ എത്ര ബ്ലോഗ് ഉണ്ടെങ്കിലും ഹോമിനകത്ത് എത്ര ബ്ലോഗും ഇവിടെ അതായത് ലോഡായിട്ട് വരും. അപ്പോൾ സെക്ഷനായിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പേജിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പേജിനേഷൻ പിന്നെ അതുപോലെ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരുന്നത്. ഡൗട്ട് ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിതിൽ ഇതിൻ്റെ സെക്ഷൻ, അതായത് ജസ്റ്റ് റിയാക്റ്റിൻ്റെ ബേസിക്സിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ റിയാക്ട് JS എന്ന് പറയുന്ന ഒരു ഫ്രീ ഓപ്പൺ സോഴ്സ് ഫ്രണ്ട് എൻഡ് ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറിയാണ്. ചില വീഡിയോയിലും ചില ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ട് ഇതൊരു ഫ്രെയിം വർക്കാണെന്ന്. പക്ഷേ ഇതൊരു ഫ്രെയിം വർക്ക് അല്ല, ഇതൊരു ലൈബ്രറിയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊരു ലൈബ്രറിയാണ്. ഈ ലൈബ്രറി എന്ന് പറയുമ്പോൾ 2011 ഫേസ്ബുക്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ജോർദാൻ വാൽക്കെ എന്ന് പറയുന്ന ഒരു സീനിയർ ആർക്കിടെക്റ്റാണ് ഈ ഒരു റിയാക്ട് JS ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അത് ഫേസ്ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുക്കുകയും ഫേസ്ബുക്ക് അതിൽ നല്ല നല്ല എൻഹാൻസ്മെൻറ്റ് നടത്തി അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പോൾ വേൾഡ് വൈഡിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരു ലൈബ്രറി കൂടിയാണ് റിയാക്ട് JS എന്ന് പറയുന്ന ഈ ലൈബ്രറി. പിന്നെ ഇത് ഉപയോഗിച്ച് നമുക്ക് വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അപ്കമിങ് ക്ലാസ്സിൽ നമുക്കത് മനസ്സിലാകും എത്രത്തോളം പെട്ടെന്ന് നമുക്ക് ആ ഒരു വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അത് നല്ല പവർഫുൾ ആയിട്ടുള്ള UI നമുക്ക് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഈ റിയാക്ട് JS ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇപ്പോൾ അപ്കമിങ് ക്ലാസ്സിൽ നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം.
പിന്നെ വരുന്നത് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ശരിക്കും വർക്ക് ചെയ്യുന്നത്. നമുക്ക് ശരിക്കും ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു വേ ഓഫ് ഫ്ലോ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഒരു വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലയൻറ്റ് സൈഡ് ഉണ്ടാവും. അതായത് നമ്മുടെ സിസ്റ്റമാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ക്ലയൻറ്റിൽ നിന്നും വെബ് സെർവറിലോട്ട് റിക്വസ്റ്റ് പോകും. ഈ വെബ് സെർവറിലായിരിക്കും നമ്മുടെ API സെക്ഷൻ, അതായത് നമ്മൾ നേരത്തെ Node.js ചെയ്തിട്ടുള്ള API സെക്ഷൻ ഇരിക്കുന്നത് ഈ ഒരു വെബ് സെർവറിലായിരിക്കും. ഈ വെബ് സെർവറിന് നമ്മുടെ Node.js ഡാറ്റാബേസിലോട്ട്, നമ്മുടെ MongoDBയിലോട്ട് നമ്മുടെ ആവശ്യാനുസരണം കുറിക്കനുസരിച്ചുള്ള ഡാറ്റ റീഡ് ചെയ്യും. അതുപോലെ തന്നെ റൈറ്റും ചെയ്യും. എന്നിട്ട് ക്ലയൻറ്റിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ നമ്മുടെ സിസ്റ്റത്തിലോട്ട് തരും. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഫ്ലോ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത്, അതായത് 2 തരത്തിലുള്ള വെബ്സൈറ്റുകളാണ് നിലവിലുള്ളത്. അതായത് 2 തരത്തിലെന്ന് പറയുമ്പോൾ ഒന്ന് സ്റ്റാറ്റിക് വെബ്സൈറ്റ്, അതുപോലെ തന്നെ ഡൈനാമിക് വെബ്സൈറ്റ്. സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചുരുക്കം മാത്രമേ നമുക്ക് സ്റ്റാറ്റിക് വെബ്സൈറ്റ് കാണാൻ പറ്റൂ. കാരണം എന്താ വെച്ചാൽ സ്റ്റാറ്റിക് വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാം നമ്മൾ ഹാർഡ് കോഡായിട്ട് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡെസ്ക്ടോപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റിൻ്റെ ഒരു HTML പേജാണ്. ഇതെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. 1 by 1 ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ആണെങ്കിലും ഇപ്പോൾ അതിൽ 10 പേജ് ഉണ്ടെങ്കിൽ ആ 10 പേജ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നെ 11ാമത്തെ പേജ് വരികയാണെങ്കിൽ ആ 11ാമത്തെ പേജ് നമ്മൾ എൻ്റർ ചെയ്ത്, അതായത് HTML ഒക്കെ ഡിസൈൻ ചെയ്ത് വീണ്ടും ആ 11ാമത്തെ പേജ് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ അതായത് ഡാറ്റാബേസുമായിട്ട് ഒരു കണക്ഷനോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ വെബ്സൈറ്റിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഡൈനാമിക് വെബ്സൈറ്റ് ആണ്. ഡൈനാമിക് വെബ്സൈറ്റ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡൈനാമിക് വെബ്സൈറ്റിൽ ഷുവറായിട്ടും ഒരു ഡാറ്റാബേസ് സെക്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു API സെക്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് എൻഡ് സെക്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡാറ്റ കളക്ഷൻസ്, അതുപോലെ തന്നെ ഡാറ്റ ഇൻസേർഷൻ എല്ലാം ഡൈനാമിക്കലായിരിക്കും. നമ്മൾ യൂസർ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് അവിടുന്ന് റിസൾട്ട് തരുന്നു, ആ രീതിയിലായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫ്ലിപ്കാർട്ട് ഒരു ഡൈനാമിക് വെബ്സൈറ്റ് ആണ്. അതിൽ ഡാറ്റാബേസിൽ നിന്നുള്ള ഡാറ്റയാണ് നമ്മുടെ ഫ്രണ്ട് എൻഡിലോട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള, അതായത് ഇതും ഒരു ഡൈനാമിക് വെബ്സൈറ്റാണ്. നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള ബ്ലോഗുകൾ മാത്രമാണ് ഇവിടെ കാണുന്നത്. ഇതൊന്നും നമ്മൾ മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച കാർഡുകളല്ല. ഡാറ്റാബേസിൽ എന്തുണ്ടോ അത് നമ്മുടെ ഫ്രണ്ട് എൻഡിലോട്ട് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളെയാണ് നമുക്ക് ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിയാക്റ്റിലോട്ട് നിന്ന് പോകാം. അപ്പോൾ റിയാക്റ്റിൽ റിയാക്റ്റ് എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. റിയാക്റ്റ് എന്ന് പറയുമ്പോൾ അതായത് ഒരു റിക്വസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ആവശ്യമായ രീതിയിൽ ഒരു റിക്വസ്റ്റ് ബാക്കെൻഡിലോട്ട് അതായത് സെർവറിലോട്ട് പോകും. ആ സെർവറിൽ നിന്ന് റിക്വസ്റ്റ് തരും. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഡെഫിനിഷൻ പറയാം ഫസ്റ്റ്. ദ റിയാക്റ്റ് ഇൻ്റർസെപ്റ്റ് ദ റിക്വസ്റ്റ് ആൻഡ് ഓൺലി ഫെച്ച് ആൻഡ് ഈച്ച് ദ സെക്ഷൻസ് ദാറ്റ് നീഡ് ചേഞ്ചിങ് വിത്തൗട്ട് ഹാവിങ് ടു ട്രിഗർ എ ഫുൾ പേജ് റീലോഡ്. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു സെക്ഷൻ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു പേജിന് ആവശ്യം ശരിക്ക് ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമാണ്. അതായത് ഇവിടെ ഹോം, മൈ ബ്ലോഗ്, അതുപോലെ തന്നെ ക്രിയേറ്റ് പോസ്റ്റ്, ഇവിടെ ഒരു നമുക്കൊരു ഫൂട്ടർ സെക്ഷൻ കാണാം, ഒരു ലോഗൗട്ട് ബട്ടൺ കാണാം. അപ്പോൾ ഇത് ലോഡാകുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഈ മൈ ബ്ലോഗ് എടുത്തു. ഈ മൈ ബ്ലോഗ്സ് എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പേജ് മൊത്തത്തിൽ ലോഡാവല്ല ചെയ്യുന്നത്. ഈ മൈ ബ്ലോഗ്സ് മാത്രം, ഈ ഒരു വൈറ്റ് കളറിലുള്ള പോർഷൻ ഉണ്ടല്ലോ, സെൻറ്ററിലുള്ള പോർഷൻ, ഇത് മാത്രമായിരിക്കും ലോഡാവുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ക്രിയേറ്റ് പോസ്റ്റ് എന്ന് എടുത്തു, അപ്പോഴും നമുക്കിവിടെ ലോഡാവുന്നത് ഈ സെൻറ്ററിലുള്ള സെക്ഷൻ മാത്രം. അതായത് ടോട്ടലി ആയിട്ട് ഇത് എന്താവുന്നില്ല, റീഫ്രഷ് ആവുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഡെഫിനിഷൻ പറയുന്നത്. അതുപോലെ തന്നെ ഡൈനാമിക് ആയിട്ട് നല്ല ബെറ്റർ പെർഫോമൻസ് ഉള്ള വെബ്സൈറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് തിയററ്റിക്കൽ പാർട്ട് പറയാനാണ്. ഇനി നമുക്ക് റിയാക്റ്റിൻ്റെ അതായത് ബെസ്റ്റ് ഫീച്ചേഴ്സിലോട്ട് പോകാം. അപ്പോൾ റിയാക്റ്റ് JS എന്ന് പറയുന്നത് ഒരു വെർച്വൽ ഡോമാണ്. വെർച്വൽ ഡോമിൻ്റെ പ്രത്യേകത സ്പീഡ് ആൻഡ് പെർഫോമൻസ് ആൻഡ് ബൂസ്റ്റ് ആൻഡ് സിമ്പിൾ ആൻഡ് ക്ലിയർ ആൻഡ് ലൈറ്റ് വെയ്റ്റ്. ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ ജസ്റ്റ് ഷോർട്ടായിട്ട് ഞാനിവിടെ കൊടുത്തതാണ്. അപ്പോൾ ഈ ഡോം എന്ന് പറയുമ്പോൾ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ, അതായത് ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് എടുക്കാം. ഇപ്പോൾ ഈ വെബ്സൈറ്റ് എടുത്തതിൻ്റെ ശേഷം നമ്മൾ ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ സോഴ്സ് കോഡ്, HTML സോഴ്സ് കോഡ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഡോം എന്ന് പറയുമ്പോൾ ഒരു അതായത് ഹൈറാർക്കി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വരുന്നത് റൂട്ട് മോഡൽ, അതായത് റൂട്ട് എന്ന് പറയുന്ന ഡിവാണ്. പിന്നെ അതിൻ്റെ അണ്ടറിൽ മറ്റൊരു ഡിവ്, അതുപോലെ തന്നെ അങ്ങനെ കുറേ നിരവധി ഡിവുകൾ
അടങ്ങിയിട്ടുള്ളതാണ് ഒരു ഡോം എന്ന് പറയുന്ന സെക്ഷൻ. അതായത് ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അതായത് നമ്മുടെ ഈ റിയാക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു വെർച്വൽ ഡോമാണ്. ഇപ്പോൾ സാധാരണ വെബ്സൈറ്റ് അല്ലെങ്കിൽ മറ്റു വെബ്സൈറ്റുകളെ അപേക്ഷിച്ച് ഇതൊരു വെർച്വൽ ഡോം എന്ന് പറയാൻ കാരണം, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു സെക്ഷൻ മാത്രമാണ് നമുക്ക് ലോഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫിക്സ് വെയർ, ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ഇത് അപ്ഡേറ്റ് ചെയ്തു. ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 7 എന്ന് പറഞ്ഞ് ഞാൻ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ ഞാനിത് ബാക്കോട്ട് പോകുമ്പോൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ ഒരു സെക്ഷൻ മാത്രമാണ്. ബാക്കിയുള്ള സെക്ഷനൊക്കെ അതുപോലെ അവിടെ നിന്നിട്ട് ഈ ഒരു സെക്ഷൻ മാത്രമായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. മറ്റുള്ള വെബ്സൈറ്റുകളാണെങ്കിൽ കംപ്ലീറ്റ് അപ്ഡേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ റിയാക്ട് ജെഎസിൻ്റെ ഒരു പ്രത്യേകതയാണ് വെർച്വൽ ഡോം എന്ന് പറയുന്നത്. അപ്കമിങ് ക്ലാസ്സിൽ, അതായത് നെക്സ്റ്റ് സ്ലൈഡിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാകും. ഇപ്പോൾ ഒരു വെർച്വൽ ഡോം, അതുപോലെ തന്നെ റിയൽ ഡോം ഞാൻ കൊടുത്തിട്ടുണ്ട്. റിയൽ ഡോം പറയുമ്പോൾ നമ്മൾ നോർമൽ കേസിലുള്ള വെബ്സൈറ്റുകളുടെ ഡോമും അതുപോലെ തന്നെ നമ്മുടെ വെർച്വൽ ഡോമും, അതായത് നമ്മൾ റിയാക്റ്റിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഫീച്ചറായ വെർച്വൽ ഡോമും തമ്മിലുള്ള വ്യത്യാസം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ ഇത്രയും നോഡുകളുണ്ട്. ഇതിനൊക്കെ നമുക്ക് നോഡ് എന്ന് വിളിക്കാം, ഓരോരോ നോഡ്. അതായത് ഇതൊരു ലിസ്റ്റിൻ്റെ നോഡാണ്. അപ്പോൾ ആ ലിസ്റ്റിനകത്ത് ആപ്പിൾ, മാംഗോ, പിയർ എന്ന് എഴുതിയിട്ടുണ്ട്. ആപ്പിൾ, മാംഗോ, പിയർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ റിയൽ ഡോം, അതായത് നോർമൽ വെബ്സൈറ്റ്, റിയാക്റ്റിലല്ലാത്ത വെബ്സൈറ്റുകളിൽ നമ്മൾ ഈ പിയർ ഉപയോഗിച്ച് ഈ പിയർ ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ ഫിഗ് എന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ കംപ്ലീറ്റ് ആയിട്ടായിരിക്കും ഇത് ലോഡ് ആവുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ആപ്പിൾ ഉണ്ട്, മാംഗോ ഉണ്ട്, പിയർ ഉണ്ട്. ഈ പിയർ, അതായത് ആപ്പിൾ, മാംഗോ, പിയർ, ഈ 3 സെക്ഷൻ, അതായത് ഈ ഒരു ലിസ്റ്റ് UL എന്നുള്ള സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടായിരിക്കും ലോഡ് ആവുന്നത്. പക്ഷേ നമ്മൾ റിയാക്ട് ജെഎസിൽ അങ്ങനെയല്ല. ഇപ്പോൾ പിയർ ഒഴിവാക്കിയിട്ട് നമ്മൾ പിഗാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആ പിഗ് എന്നുള്ള ആ ഒരു സെക്ഷൻ മാത്രമേ അവിടെ ലോഡ് ആവുള്ളൂ. ഇതാണ് വെർച്വൽ ഡോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെർച്വൽ ആയിട്ടായിരിക്കും അവിടെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇത്, എന്താണ് വെർച്വൽ ഡോം എന്നുള്ളത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകാം. പിന്നെ വരുന്നത് നമ്മൾ റിയാക്റ്റിലൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇതിൽ നമുക്ക് സിംഗിൾ പേജ് അപ്ലിക്കേഷൻസും ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പേജ് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ അധികം, അതായത് 100% പറയുകയാണെങ്കിൽ സിംഗിൾ പേജ് വെബ്സൈറ്റ് മാത്രമാണ് നമ്മൾ ഈ റിയാക്റ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പോൾ ഈ റിയാക്റ്റിൻ്റെ ഓരോരോ പേജുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് പേജല്ല, അതിൻ്റെ പേജ് എന്നുള്ളൊരു കൺസെപ്റ്റ് അതിനകത്ത് വരുന്നില്ല. പക്ഷേ ഇതിൽ കോമ്പണൻസ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ കോമ്പണൻസിന് ഒരു പ്രത്യേകത ഉണ്ട്, നമുക്ക് റീയൂസ് ചെയ്യാം. ഇപ്പോൾ അതായത് ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ നമുക്കത് എവിടെ വേണമെങ്കിലും വിളിക്കാം, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മുടെ ഈ വെബ്സൈറ്റിനകത്ത് ഇപ്പോൾ ഇവിടെ ഈ മൈ ഹോം എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ഇത് ഒരു കോമ്പണൻറ്റ് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാം നമ്മൾ ആ ഒരു ഡാറ്റാബേസിൽ നിന്നും ഈ ഒരു ലിസ്റ്റ് വിളിക്കുമ്പോൾ മാപ്പിംഗ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ ജാവാസ്ക്രിപ്റ്റിനകത്ത്, അത് വെച്ചിട്ട് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്തെടുത്ത കോമ്പണൻസുകളാണ്. അതായത് ഇതാണ്, ഞാനിതിൻ്റെ എക്സാമ്പിൾ പറയാം. ഇതാണ് ഇതിൻ്റെ കോമ്പണൻറ്റ്. ഈ ഒരു കാർഡ് മാത്രമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ ആ ഒരു ഹൈഡ്രേഷനിലൂടെ നമ്മൾ ലൂപ്പ് ചെയ്ത കാർഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഹോം എന്നുള്ള സെക്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ സാധാരണ വെബ്സൈറ്റുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു പേജിൽ തന്നെ ഹോം ഉണ്ടാകും, അടുത്ത പേജിലും അതിൻ്റെ കോഡ് ഉണ്ടാകും, ഹെഡറും ഫൂട്ടറും എല്ലാം ഓരോ സെയിം പേജിൽ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ ഈ റിയാക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളൊരു കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ നമുക്കത് എവിടെ വേണമെങ്കിലും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ തിയറ്ററിക്കൽ പാർട്ട് പഠിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാകും. ഞാനിവിടെ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ്, ഈ ഒരു കോമ്പണൻറ്റ് മാത്രമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ അതിൻ്റെ ടൈറ്റിൽ മാറ്റി, ഡിസ്ക്രിപ്ഷൻ മാറ്റി, യൂസറെ പേര് മാറ്റി, അതുപോലെ തന്നെ ഇമേജും നമ്മൾ ഡൈനാമിക്കലി ചേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആ ഒരു മൈ ബ്ലോഗ് ആയാലും ഹോമിലായാലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ കൂടി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹെഡർ സെക്ഷൻ, അതുപോലെ തന്നെ ഇതെല്ലാം ഒരു കോമ്പണൻ്റാണ്. താഴെയുള്ളതും ഓരോരോ കോമ്പണൻ്റാണ്. നമ്മൾ റീയൂസ് ചെയ്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു റിയാക്റ്റ് എന്ന് പറയുന്നത് ഒരു
സിംഗിൾ പേജ് ആപ്ലിക്കേഷനാണ്, പക്ഷേ അതിൽ മൾട്ടിപ്പിൾ പേജും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് മൾട്ടിപ്പിൾ പേജ് എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ പേജിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ myapp.com എന്ന് പറഞ്ഞ് നമ്മൾ ഒരു വെബ്സൈറ്റ് വിളിച്ചു. അപ്പോൾ ആ വെബ്സൈറ്റിനകത്ത് നമ്മൾ ഹോം വിസിറ്റ് ചെയ്യാണ്. ഹോം എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം, അതായത് നാവിഗേഷൻ ബാറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ആ നാവിഗേഷൻ ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ പേജ് വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഈ മൈ ആപ്പ് എന്ന് പറയുന്ന ഹെഡർ സെക്ഷൻ ലോഡാകും, നാവ് ലോഡ്, അതായത് ഈ നാവിഗേഷൻ ബാർ ലോഡാകും, ഈ ഹോം കണ്ടൻറ്റ് ലോഡാകും, ഫൂട്ടർ ലോഡാകും. അപ്പോൾ സപ്പോസ് ഇത് ലോഡാവാനായിട്ട് ഇവിടെ ഒരു 100 KB എടുക്കുമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ അബൌട്ടാണ് വിളിക്കുന്നത്. ഈ അബൌട്ടും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ലോഡായിട്ടാണ് വരുന്നത്, അതിനും 100 KB. അങ്ങനെ നമ്മൾ കോൺടാക്റ്റസ് എടുക്കുകയാണെങ്കിൽ അതിനും 100 KB ഉപയോഗിക്കും. അപ്പോൾ ടോട്ടൽ ഒരു 300 KB ഇവിടെ ഉപയോഗിക്കും. അപ്പോൾ ശരിക്ക് പറയുമ്പോൾ ഇത് വീണ്ടും എല്ലാ പേജും റീലോഡായിട്ട് വരുന്നതാണ്. അറ്റ് എ ടൈമിൽ നമ്മളിപ്പോൾ ഈ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് റീലോഡാകും, അബൌട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് റീലോഡാകും. അങ്ങനെ നമ്മൾ, അതായത് നമ്മുടെ സെർവറിന് ഭയങ്കര ലോഡ് വരും. അതായത് കുറേ പേജ് ഉണ്ടാകുമ്പോൾ എല്ലാം റീലോഡായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് പകരമായിട്ട്, അതായത് ഇങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ് റിയാക്ട് JSൽ നമ്മൾ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ സിംഗിൾ പേജ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സെയിം ആ ഒരു മൾട്ടിപ്പിൾ പേജിൻ്റെ അതേ ലേഔട്ട് വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ myapp.com എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ലോഡാവുമ്പോൾ, അതായത് ഇത്ര KB ആവണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു അസ്യൂമിൽ ആ ഒരു KBയുടെ കണക്ക് ഇവിടെ വെച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് ലോഡാകുമ്പോൾ അതായത് 90 KB ഇവിടെ എടുക്കും. പിന്നത്തെ സെക്ഷൻ, അതായത് നമ്മൾ മൈ ഹോം ആണല്ലോ വന്നത്, ഈ മൈ ഹോം എന്ന് പറയുമ്പോൾ ലോഡാകുമ്പോൾ അതായത് 10 KB എടുക്കും. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കണ്ട പോലെ തന്നെ 100 KB ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുമ്പോൾ പിന്നീട് നമ്മൾ അബൌട്ട് വിളിക്കുമ്പോൾ ഈ ഒരു പേജ് മാത്രമാണ് ലോഡാകുന്നത്, അവിടെ ഒരു 10 KB മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. അതായത് സിംഗിൾ പേജ് അല്ല മൾട്ടിപ്പിൾ പേജ് ആണെങ്കിൽ കംപ്ലീറ്റ് ലോഡാകും, പക്ഷേ സിംഗിൾ പേജ് ആണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമേ ലോഡാവുകയുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ അപ്പോൾ നേരത്തെ നമുക്ക് ഇനി എൻവയോൺമെൻറ്റൽ സെറ്റപ്പിലോട്ട് പോകാം. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഏതൊക്കെ സിസ്റ്റത്തിൽ എന്താണ് നമ്മുടെ റിയാക്ട് JS ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്പെസിഫിക്കേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ പ്രസൻറ്റേഷനിലോട്ട് നോക്കിയാൽ മതി. അതായത് CPU, അതുപോലെ തന്നെ RAM, സ്റ്റോറേജ് എത്രയാണ് വേണ്ടതെന്നുള്ള മിനിമം ഒരു i3 പ്രൊസസ്സറെങ്കിലും നമുക്ക് വേണം. അതുപോലെ തന്നെ മിനിമം ഒരു 4 GB RAM വേണം. അതുപോലെ തന്നെ മിനിമം ഒരു 128 GB SSD അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കെങ്കിലും നമുക്ക് വേണം. അപ്പോൾ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ Node.js എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പഠിച്ചില്ലേ? അതായത് നമ്മുടെ ജസ്റ്റ് ഞാൻ ആ വെബ്സൈറ്റിലോട്ട് പോകാം. അതായത് Node.js എല്ലാവരുടെയും സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? അതായത് നമുക്ക് റിയാക്ട് JS ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും Node.js നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ Node.js നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ API സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട മറ്റൊരു സെക്ഷനാണ് VS കോഡ്. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. VS കോഡും എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതായത് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഗ്ലോബൽ ഡിക്ലറേഷൻ, അതായത് ഗ്ലോബലി നമുക്ക് റിയാക്ട് JS ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഗ്ലോബലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റായിട്ട് npx ക്രിയേറ്റ് ഈ ഒരു കമാൻഡ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഓരോരോ ഫോൾഡറിൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് ഗ്ലോബലി ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നമുക്കൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ ഡെസ്ക്ടോപ്പിനകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ അഡ്രസ് ബാറിനകത്ത് ജസ്റ്റ് CMD എന്ന് എൻ്റർ ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് നേരത്തെ കണ്ട ഈ ഒരു കോഡ് ഉണ്ടല്ലോ, npx നോഡ് പാക്കേജ് എക്സിക്യൂട്ടബിൾ. അതുപോലെ തന്നെ ഇതിൻ്റെ കമാൻഡാണ് create -react-app.
പിന്നെ വരുന്നത് നമ്മുടെ ആപ്പിൻ്റെ നെയിമാണ്. അപ്പോൾ ആപ്പിൻ്റെ നെയിം നമ്മൾ കൊടുക്കുമ്പോൾ, അതായത് നമ്മുടെ വെബ് ആപ്പിൻ്റെ നെയിമാണ്. അപ്പോൾ നെയിം കൊടുക്കുമ്പോൾ എന്തായാലും, അതായത് മാൻഡേറ്ററി ആണ്. ഇത് സ്മോൾ ലെറ്ററിൽ മാത്രമേ നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്മോൾ ലെറ്ററിൽ മാത്രമേ നമുക്ക് കൊടുക്കൂ. നമ്മളിപ്പോൾ ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ നമുക്ക് എറർ വരും. അപ്പോൾ ഞാനിവിടെ മൈ ആപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു റിയാക്റ്റ് വെബ് ആപ്ലിക്കേഷൻ്റെ ആ വെബ് പ്രൊജക്റ്റ് ഇവിടെ ഇൻസ്റ്റാൾ ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. പക്ഷേ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റത്തിനകത്ത് Node.js ഉണ്ടോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യണം. പിന്നെ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് VS കോഡ് മാൻഡേറ്ററി ആണ്. VS കോഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും എഡിറ്റർ ഉപയോഗിച്ചാൽ മതി. പക്ഷേ ബെറ്ററായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് VS കോഡ്, വിഷ്വൽ സ്റ്റുഡിയോ കോഡായിരിക്കും നമുക്കൊന്നും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യാൻ നല്ലത്. കാരണം അതിനകത്ത് ധാരാളം എക്സ്റ്റൻഷനുകളുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ കോഡ് എൻ്റർ ചെയ്യാനും അങ്ങനെയുള്ളതിനൊക്കെ ധാരാളം എക്സ്റ്റൻഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ നമ്മുടെ ഒരു പ്രൊജക്റ്റിൻ്റെ അത് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ബ്ലോഗ് ആപ്പിൻ്റെ. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും ഒരു ഡ്രൈവറിൽ ചെയ്യാം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഈ കോഡ് ഉണ്ടല്ലോ, ഞാൻ ജസ്റ്റ് നമ്മുടെ ചാറ്റിലിടാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കോഡ്. ഇവിടെ ഈ മൈ ആപ്പ് ഉള്ളതിന് പകരം നമ്മുടെ ആപ്ലിക്കേഷൻ നെയിം എന്താണോ അത് നമ്മളിവിടെ എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആവുന്ന കാണാം. ഇതിനകത്ത് നമുക്ക് റിയാക്റ്റ്, അതുപോലെ തന്നെ റിയാക്റ്റ് ഡോം, റിയാക്റ്റ് സ്ക്രിപ്റ്റ്, അങ്ങനെ നിരവധി പാക്കേജുകൾ ഇൻസ്റ്റാൾ ആവാനുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ലൈവ് ആണെങ്കിൽ, അതായത് നിങ്ങളുടെ സിസ്റ്റത്തിൽ Node.js ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കമാൻഡ് അടിച്ചിട്ട് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അത് സെയിം ടൈമിൽ തന്നെ നമുക്കത് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ആപ്പ്, അതായത് മൈ ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് നമ്മുടെ സിസ്റ്റത്തിൽ ഇംപ്ലിമെൻ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ പ്രൊജക്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെ റൺ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് റൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു കോഡ് നമുക്ക് VS കോഡിൽ ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ജസ്റ്റ് ഈ ഒരു അഡ്രസ് ബാറിനകത്ത് CMD എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഈ ഒരു ഡയറക്ടറിയിലായിരിക്കും വരുന്നത്. അതിനുശേഷം കോഡ് ഡോട്ട് എന്ന് പറയുന്ന ആ ഒരു ഇതും കൂടി കമാൻഡ് കൂടി ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് VS കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വരും. അപ്പോൾ VS കോഡിൽ നമ്മുടെ ആ പ്രൊജക്റ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു ടെക്നിക്ക് പറയാം. ഇപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ കോഡ് ഡോട്ട് അടിച്ചിട്ട് VS കോഡ് ഓപ്പൺ ചെയ്യുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യാം. ഇത് ഞാൻ ക്ലോസ് ചെയ്തു. ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഫയലിനകത്ത് നമുക്ക് സേവ് വർക്ക് സ്പേസ് ആസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ വർക്ക് സ്പേസ് ആയിട്ട് സേവ് ചെയ്യാം. അപ്പോൾ അത് വർക്ക് സ്പേസ് ആയിട്ട് സേവ് ചെയ്തു.
അപ്പോൾ വർക്ക് സ്പേസ് ആയിട്ട് സേവ് ചെയ്യുമ്പോൾ പിന്നീട് നമുക്ക് ആ ഒരു നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേരിൽ വർക്ക് സ്പേസ് എന്ന് കാണാം. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു പ്രൊജക്റ്റിൽ പോയിട്ട് ജസ്റ്റ് കമാൻഡ് പ്രോംപ്റ്റ് അടിച്ച് കോഡ് ഡോട്ട് എന്ന് അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ആയി വരും. ഈ സെയിം ആയിട്ടുള്ള ഈ പ്രോസസ്സ് എല്ലാ പ്രൊജക്റ്റിലും പറ്റും. നോഡാണെങ്കിലും റിയാക്റ്റ് ആണെങ്കിലും ആംഗുലർ ആണെങ്കിലും ഏത് പ്രൊജക്റ്റിലും നമുക്ക് ഈ ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഫോൾഡർ സ്ട്രക്ചർ പറയാം. അപ്പോൾ ഫസ്റ്റ് ഇതിൽ വരുന്നത് ഇപ്പോൾ നമ്മൾ റിയാക്ട് ജെഎസിലെ ഒരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു, ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ പ്രൊജക്റ്റിനകത്ത് എന്തൊക്കെ ഫയലുകളാണ് വരുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് നോഡ് മൊഡ്യൂൾസ് ആണ്. അപ്പോൾ നോഡ് മൊഡ്യൂൾസിൽ നിരവധി ഫോൾഡറുകളുണ്ടാകും. പക്ഷേ ഇത് കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് വെറിയിടാണ്ട് ആവശ്യമില്ല. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാക്കേജസ് ആണ്. പക്ഷേ ഇതിൽ നമ്മൾ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും പോവേണ്ട ആവശ്യമില്ല. നമ്മളിത് ഏതൊക്കെ പാക്കേജ്, ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നിരവധി പാക്കേജുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. പാക്കേജ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് NPM എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിവിടെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് പാക്കേജുകൾ ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ആ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാക്കേജുകൾ കംപ്ലീറ്റ് ഇവിടെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും പോകണ്ട. ഈ ഫോൾഡർ ഇതുപോലെ വേണം നമുക്ക്. പിന്നെ വരുന്നത് പബ്ലിക് ഫോൾഡറാണ്. ഈ പബ്ലിക് ഫോൾഡറിലാണ് നമ്മുടെ പ്രൊജക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ റിയാക്ട് JS എന്ന് പറയുന്നത് സിംഗിൾ ആപ്ലിക്കേഷൻ, അതായത് സിംഗിൾ പേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ്, അല്ലെങ്കിൽ ലൈബ്രറി ആണെന്ന്. ഇതാണ് ആ സിംഗിൾ പേജ്, അതായത് index.html. അപ്പോൾ ഞാൻ ഇതിലുള്ള ജസ്റ്റ് കമൻറ്റ് സെക്ഷനൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാം. കമൻറ്റ് സെക്ഷൻ ഡിലീറ്റ് ചെയ്തു. ഇപ്പം നമ്മളിവിടെ നോക്കിയാൽ നമുക്കിവിടെ ഒരു div ID = root എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ കാണാം. ഇതാണ് നമ്മുടെ വെബ് പേജ് എന്ന് പറയുന്നത്. സിംഗിൾ പേജ്, അതായത് നേരത്തെ നമ്മൾ ഞാനത് ക്ലോസ് ചെയ്തു. ഇതാണ് നമ്മുടെ വെബ് പേജ്. അപ്പോൾ ഇതിലോട്ട് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ താഴെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് പറയാം. എന്നാൽ മാത്രമേ ഇതെങ്ങനെയാണ് ഒരു സിംഗിൾ പേജ് ആവുന്നത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പേജ് വെച്ചിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഈ ഒരു സിംഗിൾ പേജ് ആയിട്ട് വർക്ക് ആവുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഫോൾഡറാണ്, അതായത് പബ്ലിക് ഫോൾഡർ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോഡ് മൊഡ്യൂളിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ പബ്ലിക് ഫോൾഡറിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ വരുന്നത് SRC ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പോണൻസ് കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിനകത്തായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നത് നമുക്കൊരു ഗിറ്റ് ഇഗ്നോർ ഉണ്ട്. അതായത് ഗിറ്റിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെ നമുക്കൊരു ഗിറ്റ് ക്രിയേറ്റ് ചെയ്യാം, ആ ഗിറ്റിലെ ആവശ്യമില്ലാത്ത ഫയലുകൾ നമുക്ക് എങ്ങനെ ഇഗ്നോർ ചെയ്യാം എന്നുള്ളതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ്. അപ്പോൾ ഇവിടെ അതായത് മൊഡ്യൂൾസ് ഉണ്ട്. കാരണം ഇത് മേ ബി നമ്മൾ പുതിയ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത് 1 GB 2 GB ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ റിസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിൽഡ്, ENV, അങ്ങനെ കുറേ ഫോൾഡറുകൾ നമ്മളിവിടെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗിറ്റിന് വേണ്ടിയുള്ള ഒരു ഫയലാണ്. പിന്നെ ഇത് നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വർക്ക് സ്പേസ് ആണ്. പിന്നെ വരുന്നത് പാക്കേജ് -logs. അപ്പോൾ ഇതിനകത്ത് കുറേ പാക്കേജസ് നമ്മൾ ഉപയോഗിച്ചിട്ടെന്ന് പറഞ്ഞു. റിയാക്ട് DOM, റിയാക്ട് ഈവൻ്റ്. അപ്പോൾ ഈ പാക്കേജിൻ്റെ ഒക്കെ ഒരു ഡിസ്ക്രിപ്ഷനാണിത്. ഇതായിരിക്കും ഇതിൽ റൺ ആവുന്നത്. അതായത് ലോഗ് ഫയൽ എന്ന് പറയുമ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഇതായിരിക്കും ഇതിൽ റൺ ആവുന്നത്. എന്തൊക്കെ അതായത് നോഡ് മൊഡ്യൂൾസിൽ എന്തൊക്കെ പാക്കേജുകൾ, ജാവാസ്ക്രിപ്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ടാവും. അപ്പോൾ ഇതിനകത്തൊന്നും നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത് എന്തൊക്കെയാണെന്നുള്ളത് അതുപോലെ ഇവിടെ നമുക്ക് സ്റ്റിൽ നിർത്താം, ഡിലീറ്റ് ചെയ്യാതെ തന്നെ നിർത്താം. പിന്നെ അതുപോലെ തന്നെ package.json. അപ്പോൾ ഈ package.json നമ്മൾ Node.js പഠിച്ചപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാക്കേജസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ വരും. അതായത് ഏതൊക്കെയാണ് ഡിപ്പെൻഡൻസീസ് ഉള്ളതെന്നുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഈ ഒരു package.js എന്നുള്ള ഇതിനകത്ത് വരും. ഇതിൻ്റെ കറസ്പോണ്ടൻറ്റ് ഫയലാണ് ഈ package.js എന്നുള്ള ഈ ഒരു lock.js എന്നുള്ള ഈ ഒരു ഫയൽ. അപ്പോൾ ഇത്രയും ഫയലുകളാണ്. ഇപ്പോൾ നമ്മൾ പുതിയൊരു പാക്കേജ് ഇവിടെ, അതായത് NPM പാക്കേജ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വരും. ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് SRCയിലോട്ട് പോകാം. SRCയും ഈ പബ്ലിക് ഫോൾഡറും റിലേറ്റഡ് ആണ്. അപ്പോൾ ഞാനിവിടെ നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ഫയലുകളുണ്ട്. അതായത് ഇത് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി വരുന്നത്. അപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്യാം, നമുക്കിത് ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ വെബ് റിപ്പോർട്ട് ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ഇത് നമുക്ക് ആവശ്യമില്ല.
അതുപോലെ തന്നെ ഈ ടെസ്റ്റ് ഫയൽ ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് ഡിലീറ്റ് ചെയ്യാം. പക്ഷെ ഇത് ഡിലീറ്റ് ചെയ്യൽ എറർ ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഇത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും നമ്മുടെ app.js അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് നമുക്ക് ഇതിൻ്റെ റൺ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻഡെക്സിലോട്ട് വരാം. ഇത് വേണ്ട, ഇവിടെ നേരത്തെ നമ്മൾ ഒരു JSON ഫയൽ ഇൻസ്റ്റാൾ ചെയ്തല്ലോ, റിപ്പോർട്ട് എന്നുള്ളത്, അതിൻ്റെ ഒരു ഇമ്പോർട്ടഡ് ഫയലാണിത്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട. ഓക്കെ, ഇനി നമുക്ക് app.js index.js. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ index.js ചെക്ക് ചെയ്യുമ്പോൾ ഈ ഇത് നമുക്ക് വേണ്ട, കാരണം ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ index.js ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം കോൺസ്റ്റൻറ്റ് റൂട്ട് റിയാക്ട് ഡോം ക്രിയേറ്റ് റൂട്ട് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID റൂട്ട്. അപ്പോൾ അതായത് നമ്മൾ നേരത്തെ എനിക്ക് തോന്നുന്നു നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. അതായത് ഈ എലമെൻ്റ് ഐഡിയിലോട്ട് നമ്മൾ ഈ ഒരു, അതായത് ആപ്പ് എന്ന് പറയുന്ന ഇത് റിയാക്റ്റിൻ്റെ ഒരു ഫ്രാഗ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ സ്ട്രിക്റ്റ് മോഡിൽ നമ്മൾ ആഡ് ചെയ്യാനുള്ള ഒരു കോഡാണിത്, ഫ്രാഗ്മെൻറ്റ് കോഡാണ്. ഇതിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് എങ്ങനെയാണ് ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു കോൺസ്റ്റൻറ്റിലോട്ട് നമ്മൾ ഒരു റൂട്ടിനെ ക്രിയേറ്റ്, അതായത് റിയാക്റ്റ് ഡോം റൂട്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റിയാക്റ്റ് റോം ക്രിയേറ്റ് ചെയ്തതിനെ നമ്മൾ ഈ ഒരു ഗെറ്റ് എലമെൻ്റ് ഐഡിയിലോട്ട് റീഡയറക്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഇമേജ് ഞാൻ കാണിക്കാം, റെപ്രസെൻറ്റേഷൻ ഇമേജ് ഞാൻ കാണിക്കാം. ഇമേജ് ജസ്റ്റ് മിനിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമേജാണിത്, index.html എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇവിടെ ഫസ്റ്റ് കണ്ട ആ ഒരു പബ്ലിക് ഫോൾഡറിനകത്തുള്ള index.html. ഈ index.html റൺ ആകുമ്പോൾ ഫസ്റ്റ് വിളിക്കുന്നത് index.js ആണ്. index.js എന്ന് പറയുമ്പോൾ ഈ ഒരു ഫയൽ. അപ്പോൾ ഇതിനകത്ത് അത് വിളിക്കാനുള്ള കാരണം ഈ ഒരു റൂട്ട് ID വെച്ചിട്ട് ഇത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ റൂട്ട്, ഇവിടെ ഒരു ID കാണാം നമുക്ക്, ID = റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ റൂട്ട് 1 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ റൂട്ട് 1 എന്നായിരിക്കും വരേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ആവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ലിങ്ക് ചെയ്തിട്ടുള്ളത്. അതായത് റൂട്ട്, അതായത് റിയാക്റ്റ് ഡോം വെച്ചിട്ട് ഒരു റൂട്ട് ക്രിയേറ്റ് ചെയ്ത് അത് റെൻഡർ ചെയ്തു, നമ്മുടെ ഈ ഒരു index.html റെൻഡർ ചെയ്തു. പിന്നെ index.jsനകത്ത് നമ്മൾ ആപ്പ് എന്ന് പറയുന്ന ഒരു കോമ്പണൻറ്റ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇമേജിൽ കാണാം, നമുക്ക് app.js എന്ന് പറയുന്നൊരു കോമ്പണൻറ്റ് വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് ചൈൽഡ് കോമ്പണൻറ്റും നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഇതിൻ്റെ ഒരു ബേസിക്കാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിന് കൂടുതൽ ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ ഇതൊന്ന് റൺ ചെയ്യാം. അപ്പോൾ റൺ ചെയ്യാനായിട്ട് നമുക്ക് npm start എന്ന് എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ ഈ കോഡ് ഞാൻ ജസ്റ്റ് ചാറ്റിലിടാം. ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തത വരാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റിൽ കമൻറ്റ് ചെയ്യണേ. എന്തെങ്കിലും കാര്യം വ്യക്തത വരാത്തതുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മളുള്ളത് ജസ്റ്റ് ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ആ പ്രൊജക്റ്റിൻ്റെ ഫോൾഡർ സ്ട്രക്ചർ പഠിച്ചു, പിന്നെ ആ ഫോൾഡർ സ്ട്രക്ചർ, ആ ഒരു പ്രൊജക്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചു, എങ്ങനെയാണ് ഇതൊരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ആവുന്നതിനെ കുറിച്ച് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വ്യക്തത വരാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ജസ്റ്റ് അത് നോട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ ഇട്ടാൽ മതി, നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം.
അപ്പോൾ പ്രൊജക്റ്റ് റൺ ആവുന്നുണ്ട്. അപ്പോൾ പ്രൊജക്റ്റ് റണ്ണായി. ഓക്കെ. ഇപ്പോൾ പ്രൊജക്റ്റ് റണ്ണായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വരും. അതായത് വെബ് പാക്ക് കമ്പൈൽഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഒരു മെസ്സേജ് വരും. അതുപോലെ തന്നെ നമുക്ക് ആ വെബ് പേജ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഇൻസ്പെക്റ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം. അതായത് മുകളിൽ ബോഡി സെക്ഷൻസ് എല്ലാം ഉണ്ട്. ഈ ബോഡി സെക്ഷനിൽ യു നീഡ് ടു എനേബിൾ ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ ഞാനതിവിടെ ഇങ്ങോട്ട് പോകാം, നമ്മുടെ index.html പോകാം. ഇപ്പോൾ ഇവിടെ അത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്ന ഡിവാണ് ID ഈക്വൽ ടു റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം ID ഈക്വൽ ടു റൂട്ട്. പിന്നെ അതിൻ്റെ അകത്ത് വേറൊരു ഡിവ് കാണാം. ആ ഡിവിൻ്റെ ക്ലാസ് നെയിം ആപ്പ് എന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഈ ആപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് അതായത് ഇവിടെ നിന്നാണല്ലോ നമ്മൾ റെൻഡറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മളൊരു പേജ് കമ്പോണൻറ്റ് വിളിച്ചിട്ടുണ്ട് നേരത്തെ. അതായത് ആ കമ്പോണൻറ്റ് നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെയാണ് നമുക്കത് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. പക്ഷേ ഞാനിവിടെ ജസ്റ്റ് കാഷ്വലായിട്ട് പറയുകയാണ്. നമ്മൾ എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ് ഓപ്പൺ ആയി വരുമ്പോൾ ഡിഫോൾട്ടായി വരുന്ന ആ ഒരു സെക്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ആപ്പ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഒരു ഹെഡർ സെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആപ്പിലോട്ട് പോകാം. ഈ ആപ്പിലാണ് അതുണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു ഹെഡർ സെക്ഷൻ കാണാം. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഇമേജ് കാണാം. അതുപോലെ തന്നെ പി ടാഗ് കാണാം. എല്ലാം തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഡോം വർക്ക് ചെയ്യുന്നത്. ഇനി ഞാനിത് കംപ്ലീറ്റ് ഞാനിത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ. ഇപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ പേജ് ബ്ലാങ്ക് ആണ്. കാരണം എന്താ വെച്ചാൽ അതിലുണ്ടായിരുന്ന കംപ്ലീറ്റ് നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്തു. ഞാൻ ഒന്നും കൂടി അൺഡു ചെയ്യാം. അത് വീണ്ടും റണ്ടറായി ഇവിടെ വന്നു. ഓക്കെ. ഇങ്ങനെയാണ് അത് വർക്കാവുന്നത്. അപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്തു. ഞാനിവിടെ ജസ്റ്റ് ഒരു ടാഗ് കൊടുത്തു, H1 ടാഗ് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ഹലോ വേൾഡ്, ജസ്റ്റ് ഒരു ഹലോ വേൾഡ് എന്ന് കൊടുത്തു. അതിവിടെ വന്നു. ഇപ്പോൾ ഇവിടെ നമ്മളിതിൻ്റെ ആ ഒരു ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കതിൻ്റെ ഇൻസ്പെക്ഷനിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം. റൂട്ട് എന്ന മൊഡ്യൂളിലെ ആപ്പിനകത്ത് ഒരൊറ്റ ടാഗ് നമുക്ക് കാണും, അതായത് H1 എന്നുള്ള ടാഗ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. എല്ലാവരും നല്ല രീതിയിൽ ആക്റ്റീവ് ആവണം. എന്നാലേ നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ സാധിക്കൂ. അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറയണം കേട്ടോ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ നെക്സ്റ്റ് സെക്ഷൻ, അതായത് നമുക്ക് പാർട്ടിലോട്ട് പോകാം. അതായത് നമ്മൾ ഇനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് റിയാക്ട് JS എന്ന് പറയുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത് JSX. നമുക്ക് JS-ലും നമുക്ക് അത് വർക്ക് ചെയ്യും. അതായത് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് അതായത് സിൻടാക്സ് എക്സ്റ്റൻഷൻ എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് JS എന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നീട് വരുന്നതാണ്, അതായത് ഇനി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം നമുക്ക്. അതായത് JSX-ൻ്റെ ആട്രിബ്യൂട്ട്, അതുപോലെ തന്നെ എക്സ്പ്രഷൻ, ഫ്രാഗ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അപ്കമിങ് ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പഠിക്കും. ആട്രിബ്യൂട്ട്സ്
എന്താണ് ആട്രിബ്യൂട്ട്സ്? ഇപ്പോൾ അതായത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക്കായിട്ട് ജാവാസ്ക്രിപ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ HTML CSS ഒക്കെ പഠിച്ചില്ലേ? അപ്പോൾ അതൊന്നും കൂടി നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമുക്ക് അതിൻ്റെ അഡ്വാൻസ് ലെവലിൽ നമുക്ക് പോകാം. അപ്പോൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ക്ലാസ് ഡോട്ട് നെയിം ഇതൊരു ആട്രിബ്യൂട്ട്സ് ആണ്. അതുപോലെ തന്നെ ഫോർ HTML എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്, അതൊരു ആട്രിബ്യൂട്ട്സ്. മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട്സ് ആണ്. അതുപോലെ തന്നെ ക്ലാസ് നെയിം എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ട്സ്, മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ട്സ് ആണ് ക്ലാസ് നെയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എക്സാമ്പിൾസ് നമുക്കിവിടെ ഒരു ജസ്റ്റ് ഒരു CSS ക്രിയേറ്റ് ചെയ്യാം. ഡോട്ട് PG color. ഈ ഒരു ആട്രിബ്യൂട്ട്സിനകത്ത് നമ്മൾ കളറും കൂടി നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് മാറ്റം വരുന്നത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ ഒരു കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ അതായത് റിയാക്ട് JSലുള്ള ആട്രിബ്യൂട്ട്സ് ആണ്, പക്ഷേ അത് കമ്പൈൽ ചെയ്തിട്ട് പിന്നീട് അത് ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് റിയാക്ട് JS വർക്ക് ചെയ്യുന്നത് റിയാക്ട് JSൻ്റെ ലൈബ്രറി ആയിട്ടാണ്. അപ്പോൾ ഈ ലൈബ്രറിയെ പ്യുവർ ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് മാറ്റുന്നത് വേബിൾ എന്ന് പറയുന്നൊരു കമ്പൈലറാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള, അതായത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഇതിലിടാം. വേബിൾ JS എന്ന് പറയുന്ന ഒരു കമ്പൈലർ ഉപയോഗിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഡോക്യുമെൻറ്റേഷൻ നോക്കിയാൽ മതി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടാകും. കമ്മിങ് ക്ലാസ്സിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് മീൻസ് നമ്മുടെ വർക്കിന് അനുബന്ധിച്ച് നമ്മളത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേബിൾ എന്നുള്ള ആ ഒരു JS കമ്പൈലർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിയാക്ട് JS പ്യുവർ ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ക്ലാസ് എന്ന് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്തിട്ടുള്ളത് ക്ലാസ് നെയിം എന്നാണ്. അതായത് ഇതൊരു റിയാക്റ്റിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ്. അപ്പോൾ ഇതാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതായത് നമുക്ക് CSS സ്റ്റൈൽ എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന, അതുപോലെ തന്നെ നിരവധി ആട്രിബ്യൂട്ട്സ് ഉണ്ട്. പക്ഷെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒറ്റൊരു ആട്രിബ്യൂട്ടാണ് ക്ലാസ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് എക്സ്പ്രഷൻസ് ആണ്. എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ കേർലി ബ്രാക്കറ്റ്, അതായത് ഞാനിവിടെ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാം. നമുക്ക് വാല്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട് എൻഡിൽ നമുക്ക് ഡൈനാമിക്കലി ഷോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം 2 എന്ന് കാണാം. അതുപോലെ തന്നെ ഞാനിവിടെ ജാവാസ്ക്രിപ്റ്റ് എഴുതാം. കോൺസ്റ്റ് a equal to 5 and const b equal to 6. നമുക്കിവിടെ a plus b എന്ന് കോൾ ചെയ്യാം. അപ്പോൾ ഇവിടെ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് +1 +10 × 5 ഇങ്ങനെയൊക്കെ നമുക്ക് ഈ അതായത് ഈ ഒരു എക്സ്പ്രഷനകത്ത് നമുക്ക് വാല്യൂസ് കൊടുക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകും, അതായത് നമ്മൾ അപ്കമിങ് ലെസൺസിലൊക്കെ ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ ബ്ലോഗ് ആപ്പിൻ്റെ API ക്രിയേറ്റ് ചെയ്തല്ലോ. അപ്പോൾ ഈ ഒരു വാല്യൂസ് നമ്മൾ ആ എക്സ്പ്രഷനിൽ കൊടുക്കുമ്പോഴായിരിക്കും ഈ ഒരു ലിങ്ക് വരുന്നത്. അതായത് ഇമേജ് എന്നുള്ള ഒരു HTML ടാഗിനകത്ത് നമ്മൾ കൊടുക്കുമ്പോഴായിരിക്കും ഇമേജ് വരുന്നത്. അതുപോലെ തന്നെ ഈ നെയിം എന്നുള്ളത് നമ്മൾ അവിടെ കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ ആ നെയിം ഡൈനാമിക്കലി നമുക്ക് ഓരോരോ വാല്യൂസിനെ നമ്മൾ ഫ്രണ്ട് എൻഡിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഫ്രാഗ്മെൻ്റ് ആണ്. എന്താണ് ഫ്രാഗ്മെൻറ്റ്? ഫ്രാഗ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം div
ഇതൊരു ഫ്രാഗ്മെൻ്റ് ആണ്. പക്ഷേ ഇതിൽ ഡീഫാൾട്ടായിട്ടൊരു ഫ്രാഗ്മെൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇതിൻ്റെ ഒരു ഇപ്പോൾ ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻറ്റ് നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാണിപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള ആ ഒരു ആപ്പ്. അതിൽ BG_color എന്ന് പറയുന്നൊരു ക്ലാസ് കൂടി നമുക്ക് കാണാം. പക്ഷേ ഇവിടെ കണ്ടോ, ഈ റൂട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഡിവ് ഉണ്ട്. അപ്പോൾ ചില കേസിൽ നമുക്ക് ഇങ്ങനത്തെ ഡിവിൻ്റെ ഒരു ആവശ്യം നമുക്ക് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാനാണ് നമുക്ക് ഫ്രാഗ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫ്രാഗ്മെൻറ്റ് ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇതിൻ്റെ ഫ്രാഗ്മെൻറ്റിൻ്റെ ഷോർട്ടായിട്ട് നമ്മൾ ഫ്രാഗ്മെൻറ്റ് ഉപയോഗിക്കുക. ജസ്റ്റ് ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി. അതായത് അല്ലെങ്കിൽ നമുക്ക് റിയാക്റ്റ് ഡോട്ട് ഫ്രാഗ്മെൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കോഡ് ഫ്രാഗ്മെൻ്റ് ആയിട്ട് വരും. അപ്പോൾ അതിന് പകരം നമ്മൾ ഷോർട്ടായിട്ട് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ്. ഈ രീതിയിൽ ഉപയോഗിച്ചാൽ മതി. ഈ രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഫ്രാഗ്മെൻ്റ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഞാനിവിടെ ഒരു H1 എന്നുള്ള കമാൻഡ് ഒന്നും കൂടി കൊടുക്കാം. ടെസ്റ്റ്. ഇപ്പോൾ ടെസ്റ്റ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഒറ്റ ഡിവേ നമുക്ക് കാണുന്നുള്ളൂ. അപ്പോൾ നേരത്തെ സെക്ഷനിൽ ഞാൻ അൺഡു ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ അൺഡു ചെയ്തു. അപ്പോൾ നേരത്തെ ഒരു ഡിവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡിവിൽ ഒരു എക്സ്ട്രാ ഡിവും കൂടി വന്നിട്ടുണ്ട് നമ്മളിതിനകത്ത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഡിവ് ചില കേസിൽ നമുക്ക് അതായത് മൾട്ടിപ്പിൾ ഡിവിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡിവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറയാം. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ മൈ ആപ്പ്, അപ്പോൾ ഞാനിവിടെ ഒരു കമ്പോണൻറ്റും കൂടി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ അതിന് മുമ്പ് കുറച്ച് എക്സ്റ്റൻഷൻസ് ഞാൻ പരിചയപ്പെടുത്താം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ചില കേസിൽ നമ്മൾ എല്ലാ കോഡുകളും A to Z എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ്, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് കുറച്ച് എക്സ്റ്റൻഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ആ എക്സ്റ്റൻഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ആ ഒരു ഓപ്ഷൻസ് നമ്മൾ VS Codeൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തൊക്കെ എക്സ്റ്റൻഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഒന്ന് വരുന്നത് റിയാക്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ES7 ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ES7ൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് നമ്മുടെ ഈ ഒരു VS Codeനകത്ത് വരും. അപ്പോൾ ഇത് മസ്റ്റായിട്ടും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പോൾ ഞാനിത് നമ്മുടെ ചാറ്റിലിടാം. പിന്നെ വരുന്നത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇതിൽ കുറേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ബെറ്റർ കമാൻഡ്, അതായത് നമ്മുടെ കോഡ് നല്ല രീതിയിൽ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോഗ്രാമേഴ്സ്, അതായത് ഹൈ ലെവലിൽ പ്രോഗ്രാമേഴ്സ് ആകുമ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റ് ഒരു കമ്പനിയിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഓരോരോ വർക്കിനും നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കമൻറ്റ്സ് എഴുതി വെക്കണം. എന്താണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ അസൈൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പാരാമീറ്റർ ആണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ ആ കോഡ് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു ബെറ്റർ കമൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു എക്സ്റ്റൻഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് തീം ഐക്കൺ. അതായത് തീം ഐക്കൺ ഇത് വേണമെന്നില്ല, പക്ഷേ നമ്മുടെ ഈ കോഡ്, ഈ ഫോൾഡർ സ്ട്രക്ചറൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ ആവണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. പിന്നെ വരുന്നത് ബെറ്റർ എന്ന് പറയുന്നൊരു ഉണ്ട്. അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല, ജസ്റ്റ് നോക്കാം. ഓക്കെ, അതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഞാനത് ഗ്രൂപ്പിലിടാം. അതായത് നമ്മുടെ കോഡ്, ഇപ്പോൾ നമ്മളിപ്പോൾ കോഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോഡ് ഇങ്ങനെ, അല്ലെങ്കിൽ കുറേ അൺവാണ്ടഡ് സ്പേസ്, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അതായത് ആ ഒരു എക്സ്റ്റൻഷൻ നമ്മുടെ സിസ്റ്റത്തിലുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അതിൻ്റെ പേര് എനിക്ക്
വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ ഓക്കെ, ലീവ് ഇറ്റ്. ഞാനത് കമൻറ്റ് സെക്ഷനിൽ ഇടാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓർഗനൈസ് ചെയ്യാം ആ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് സ്നിപ്പറ്റായിട്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ കുറേ സ്നിപ്പറ്റുകൾ കിട്ടും, റിയാക്ട് ജെഎസിൻ്റെ സ്നിപ്പറ്റുകൾ കിട്ടും. ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോഡുകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൽ എൻ്റർ ചെയ്യാനും ഈ ഒരു സ്നിപ്പറ്റ് നല്ലതാണ്. കാരണം ഇത് നമുക്ക് ഉപയോഗിക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫംഗ്ഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ വിഷയത്തിലോട്ട് പോകാം. അപ്പോൾ ഇനി നമുക്ക് എന്താണ് നേരത്തെ നമ്മൾ പഠിച്ചത് ഫ്രാഗ്മെൻ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു ടാഗ് ഡിവ് ടാഗ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഫ്രാഗ്മെൻറ്റ് ഒരു കോമ്പണൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ കോമ്പണൻറ്റിൻ്റെ ഡിവ് ടാഗ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ കോമ്പണൻറ്റ് എഴുതാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് നമ്മുടെ ടേബിൾ സ്ട്രക്ചർ ടേബിൾ സ്ട്രക്ചർ ഉണ്ടല്ലോ, നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ഒരു ഡിവ് ടാഗ് കൊടുക്കാം. ഒരു ഡിവ് ടാഗ് കൊടുത്തിട്ട് നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ ഡിഫറൻസ് വരിക എന്നുള്ളത്. ടി ആർ എന്ന് പറയുമ്പോൾ നമ്മൾ ടേബിൾ റോ, TH എന്ന് പറയുമ്പോൾ ടേബിൾ ഹെഡർ. അപ്പോൾ ടേബിൾ ഹെഡറിനകത്ത് ഞാൻ നെയിം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ഫീൽഡ് ഉണ്ടാക്കി ഞാൻ ഇതുപോലെ ഇത് കോപ്പി ചെയ്തു. ഇനി നമുക്ക് കോളം, ഒരു ടേബിളിനകത്ത് കോളം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു കോളം ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. കോളത്തിനകത്ത് ഞാനൊരു ഡിവ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ അതിന് TR ടാഗ് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് പിന്നെ അതിൻ്റെ സെല്ലാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് സെല്ലാക്കി മാറ്റാം. അപ്പോൾ ഇവിടെ പേര്, അഡ്രസ്സ് നോക്കി, അതുപോലെ തന്നെ ഇതൊന്നും കൂടി കോപ്പി ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് 2 കോമ്പണൻസ് ആണ്. അപ്പോൾ ഞാനിനി ഇവിടെ അത് ഇങ്ങോട്ട് വിളിക്കാം. അതായത് ഈ കോമ്പണൻസ് നമുക്ക് റീയൂസബിൾ ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്പിനകത്ത് തന്നെയാണ് ഒരു കോമ്പണൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ഫയലായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ലെസണിൽ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഇതിനകത്ത് തന്നെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഈ ടേബിളിനകത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ ഫസ്റ്റ് ഈ ഒരു കോമ്പണൻറ്റ് വിളിച്ചു. അതായത് ഹെഡറാണ്, ഒരു ടേബിളിൻ്റെ ഹെഡറാണ്. ഇതിനെ ഞാൻ ഇവിടെ വിളിച്ചു. അതുപോലെ തന്നെ ഞാനിവിടെ കോളത്തിനെയും വിളിച്ചു. അപ്പോൾ ഒരു ടേബിളിൻ്റെ സ്ട്രക്ചർ കിട്ടുമല്ലോ. ടേബിൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് അതിൽ CSS ഒന്നും എഴുതുന്നില്ല, HTML ടേബിൾ. അതായത് ഇതാണ് നമ്മളൊരു ടേബിൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇതാണ് ടേബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത്, ഇപ്പോൾ ഇവിടെ നമ്മൾ ടേബിളിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ടേബിൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മുടെ റിയാക്റ്റിൽ നമ്മൾ ടേബിളിന് വേണ്ടി 2 കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ഒന്ന് റോ എന്ന് പറയുന്ന കോമ്പണൻറ്റ്, അതുപോലെ തന്നെ കോളം എന്ന് പറയുന്ന കോമ്പണൻറ്റ്. അപ്പോൾ റോക്കകത്ത് നമ്മൾ ഹെഡർ കൊടുത്തിട്ടുണ്ട്, കോളത്തിനകത്ത് നമ്മൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ CSS എഴുതാത്തത് കൊണ്ട് നമുക്ക് ആ 2 ഡീറ്റെയിൽസും ഇവിടെ വന്നു. പക്ഷേ ഇനി നമുക്കിത് ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളത് ടേബിൾ ഇൻസ്പെക്ട് ചെയ്തു. ടേബിളിനകത്ത് ഒരു ഡിവ് വന്നു, എക്സ്ട്രാ ഡിവ്. അതുപോലെ തന്നെ നമ്മൾ റോക്കകത്തും ഒരു ഡിവ് വന്നു. പക്ഷേ നമുക്കിതിൻ്റെ ആവശ്യമില്ല. ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമില്ല ശരിക്ക്. അപ്പോൾ ഇങ്ങനത്തെ കേസ് ഞാനൊരു എക്സാമ്പിളായിട്ട്, അതായത് ഫ്രാഗ്മെൻറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ആ ഫ്രാഗ്മെൻറ്റിൻ്റെ ടാഗ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ ഡിവ് അവിടെ നിന്ന് നമുക്ക് റിമൂവ് ആയി കിട്ടും.
ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇവിടെയും അത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ആ കോഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റീഫ്രഷ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്കിവിടെ കോഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടേബിളിനകത്ത് ടേബിൾ ഹെഡർ വന്നു, അതുപോലെ തന്നെ ടി ആർ വന്നു. അപ്പോൾ ആ ഒരു പെർഫെക്ഷനിൽ, അതായത് എങ്ങനെയാണോ ഒരു ടേബിൾ വരുന്നത് ആ ടേബിളിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ വന്നു. അതായത് ഇവിടെ നമ്മളൊരു കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ആ കോമ്പണൻറ്റ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് റീയൂസബിൾ ചെയ്യാവുന്ന. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അപ്കമിങ് ക്ലാസ്സുകളിൽ ഇതിൻ്റെ അഡ്വാൻസ് ലെവലിലുള്ള എക്സാമ്പിൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാനിത് വീണ്ടും ഇവിടെ അത് ചെയ്തു. അങ്ങനെ 3-4 റോസ് ഞാനിവിടെ ആഡ് ചെയ്തു. അപ്പോൾ 4 റോസും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആ കോമ്പണൻസിനെ നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ കോമ്പണൻസിനെ കുറിച്ചല്ല പറയുന്നത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതായത് എന്താണ് ആട്രിബ്യൂട്ട്സ്, എന്താണ് എക്സ്പ്രഷൻ, എന്താണ് ഫ്രാഗ്മെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, നിലവിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കോമ്പണൻസിനെ കുറിച്ചല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്താണ് ഫ്രാഗ്മെൻറ്റ്സ്, എന്താണ് അതിൻ്റെ ഉപയോഗം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എക്സ്പ്രഷൻ എന്താണ്, അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സ് എന്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവും. എന്താണ് ആട്രിബ്യൂട്ട്സ്, എന്താണ് എക്സ്പ്രഷൻ, എന്താണ് ഫ്രാഗ്മെൻറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ ഓക്കെ, അപ്പോൾ അപ്കമിങ് ക്ലാസ്സുകൾ നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് ആട്രിബ്യൂട്ട്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതായത് ക്ലാസ് നെയിം എന്നുള്ള ആ ഒരു പേര് മാത്രമേ വരൂ. പക്ഷേ നമുക്ക് എക്സ്പ്രഷൻസ്, പല രീതിയിൽ എക്സ്പ്രഷൻസ് നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ ഫ്രാഗ്മെൻറ്റ് നമ്മൾ ഹൈ ലെവലിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഡിവിൻ്റെ കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഡിസൈന് നമുക്ക് അതായത് വേണ്ട രീതിയിലാവാതെ വരാം. അപ്പോൾ അതിന് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫ്രാഗ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കോമ്പണൻസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരത്തെ ഡിസ്കസ് ചെയ്തത് എന്താണ് ആട്രിബ്യൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് കോമ്പോണൻസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് കോമ്പോണൻസ്? അതായത് കമ്പോണൻസ് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ റോ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ കോളം എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു, നമ്മൾ റീയൂസ് ചെയ്തു. അപ്പോൾ ജസ്റ്റ് ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് ഈ കോമ്പോണൻസ് എന്നുള്ളത്. അതായത് ഫങ്ഷണൽ കോമ്പോണൻറ്റ്, അതുപോലെ തന്നെ ക്ലാസ് കോമ്പോണൻറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിയാക്റ്റ് വേർഷനകത്ത് ഫങ്ഷണൽ കോമ്പോണൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രീവിയസ് ഇയറിലായിരുന്നു ക്ലാസ് കോമ്പോണൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫങ്ഷണൽ കോമ്പോണൻറ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഞാനിത് ക്ലാസ് കോമ്പോണൻറ്റും ഉണ്ട് എന്നുള്ളത് ആഡ് ചെയ്ത് വെച്ചത്. പക്ഷേ നമ്മളെ ഈ പ്രൊജക്റ്റിൽ അതുപോലെ തന്നെ എക്സാമ്പിൾസിലൊക്കെ ഉടനീളം നമ്മൾ ഫങ്ഷണൽ കോമ്പോണൻ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു സെക്ഷനിലോട്ട് പോകാം. കോമ്പോണൻസിൻ്റെ അഡ്വാൻസ് സെക്ഷനിലോട്ട് പോകും. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാണ്. ഇത് ഡിലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാം. ഇതിന് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഇനി ഒരു ഫോൾഡർ ഉണ്ടാക്കാം. അതായത് പ്രൊജക്റ്റ് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഫോൾഡർ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് കോമ്പണൻസ് ഇവിടെ ഇങ്ങനെ ഫയൽ ക്രിയേറ്റ് ചെയ്ത് പോയാൽ മതി. പക്ഷേ അതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കമ്പോണൻസ്, അപ്പോൾ പേജസ് നമുക്ക് പേജസ് എന്നൊരു കൺസെപ്റ്റ് ഇല്ല. പക്ഷേ പേജ് എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. കമ്പോണൻസിന് വേണ്ടി ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരു കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ ഈ കമ്പോണൻസിനകത്ത് ഒരു ഹെഡർ ഡോട്ട് JS
അതുപോലെ തന്നെ ഞാനൊരു ഫൂട്ടർ ഡോട്ട് ജെ എസ്, അതുപോലെ തന്നെ ഒരു ഹോം സെക്ഷൻ ഹോം ഡോട്ട് ജെ എസ്. അപ്പോൾ ഇങ്ങനെ ഒരു 3 ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇനി ഇതിനകത്ത് ഞാൻ ആ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായി RFCE എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരണം, അതായത് ഈ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ES6 സ്നിഫറ്റ്, അതായത് നമ്മൾ എക്സ്റ്റൻഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന്, അത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഇങ്ങനെ വരൂ. അപ്പോൾ ആ കോഡ് നമുക്ക് പെട്ടെന്ന് കിട്ടി. ഇത് ഇത്രയും ടൈപ്പ് ചെയ്യേണ്ട ടൈം നമ്മളവിടെ ലാഭിച്ചു. അപ്പോൾ ആ സ്നിപ്പറ്റ് ഞാനിവിടെ ഈ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്നിപ്പറ്റാണത്. അപ്പോൾ ഈ ഒരു സ്നിപ്പറ്റിൻ്റെ അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു കോഡ് അവിടെ പെട്ടെന്ന് വന്നത്. അപ്പോൾ ഇനി ഞാൻ ഹെഡർ സെക്ഷൻ അതുപോലെ തന്നെ ആ ഒരു കോഡ് കൊടുത്തിട്ട് ഞാനിവിടെ എഴുതി. അതുപോലെ തന്നെ RFCE അതും ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ അങ്ങനെ 3 സെക്ഷൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ നമ്മൾ 3 സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും എവിടെയും റിഫ്ലക്റ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് എവിടെയും റിഫ്ലക്റ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം? അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ കാണാം എക്സ്പോർട്ട് ഡിഫാൾട്ട് എന്ന് കാണാം. അതുപോലെ തന്നെ ഇവിടെ കാണാം ഇമ്പോർട്ട് റിയാക്ട് ഫ്രം റിയാക്ട് JS. അതായത് റിയാക്ട് JS വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇമ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എക്സ്പോർട്ട് ഡിഫാൾട്ട് ഡോട്ട് ഫൂട്ടർ. അപ്പോൾ എല്ലാത്തിനും ഒരു ഡിഫാൾട്ട് എക്സ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് എന്തിനെന്ന് വെച്ചാൽ ഈ ഒരു കോമ്പണൻറ്റിനെ നമുക്ക് എവിടെ വേണമെങ്കിലും വിളിക്കാം, അതായത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് വിളിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഇത്. അതായത് എക്സ്പോർട്ട് സ്പേസ് ഡിഫാൾട്ട് സ്പേസ് ഹെഡർ, അതായത് നമ്മുടെ ഫംഗ്ഷൻ്റെ പേരെന്താണോ അതായിരിക്കും ഇവിടെ വരുന്നത്. അതായത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു കോമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫയലിൻ്റെ നെയിം എന്താണോ അതായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ്റെ നെയിം. അതുപോലെ തന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഡിഫാൾട്ട് നെയിമും വരുന്നത് നമ്മൾ എന്താണോ നമ്മൾ ഫംഗ്ഷന് കൊടുത്തിട്ടുള്ളത് ആ ഒരു നെയിം ആയിരിക്കും. അപ്പോൾ ഈ 3 നെയിമും സെയിം ആയിരിക്കും. അതായത് നമ്മുടെ ഹെഡർ എന്ന് പറയുന്നതും ഫംഗ്ഷൻ്റെ നെയിമും അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നതും സെയിം ആയിരിക്കും. ഇനി നമുക്ക് ഇതെങ്ങനെ എക്സ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ 3, അതായത് ഫൂട്ടർ, ഹെഡർ, ഹോം ഡോട്ട് JS, ഈ 3ഉം എന്താണ്? കോമ്പോണൻ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ വന്നു. ഇപ്പോൾ അതായത് നമ്മുടെ മെയിൻ പേജാണിത്, ജസ്റ്റ് ആപ്പ് ഡോട്ട് JS. ഇത് എവിടെ വേണമെങ്കിലും ഇപ്പോൾ ഈ ഫൂട്ടറിനകത്ത് നമുക്ക് ഹെഡറിനകത്ത് ഈ ഫൂട്ടർ ഇമ്പോർട്ട് ചെയ്യാം, അതേപോലെ തന്നെ ഹോം ഇമ്പോർട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, പ്രോബ്ലം ഇല്ല. പക്ഷേ ഞാനിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ആപ്പ് ഡോട്ട് JSനകത്താണ് നമ്മളിത് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഇതിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് വരുന്നത് ഇമ്പോർട്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ പേരെന്താണോ ഹെഡർ, പിന്നെ വരുന്നത് ഫ്രം, എവിടെ നിന്നാണ് നമ്മളത് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ആ ഫയലിൻ്റെ ഡയറക്റ്റ് കാണിച്ചു കൊടുക്കാം. കോമ്പോണൻസിൽ നിന്നും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഹെഡറാണ്. ഈ രീതിയിൽ നമുക്ക് കോഡ് എഴുതാം. പക്ഷേ ഇങ്ങനെ കോഡ് എഴുതേണ്ട ആവശ്യമില്ല. നേരത്തെയുള്ള സ്നിപ്പറ്റുകൾ നമ്മൾ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക്, ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ശരിക്ക് ഇമ്പോർട്ടിൻ്റെ കോഡ് വരുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാം. ഇനി നമ്മൾ സ്നിപ്പറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ഇവിടെ വരും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഈ പേര് ജസ്റ്റ് കോപ്പി ചെയ്തു. അതിനുശേഷം ബ്രാക്കറ്റിനകത്ത് ഇത് എൻ്റർ ചെയ്ത് ജസ്റ്റ് Ctrl+Shift എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോമ്പോണൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡയറക്ടറി നമുക്കിവിടെ കാണാം. ഇതിൽ ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി. അതുപോലെ തന്നെ ക്ലോസിംഗ് ടാഗും കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു, നമ്മളവിടെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു പേജിൽ നോക്കിയാൽ നമുക്ക് കാണാം ഹെഡറിന്ന് ഇവിടെ വന്നിട്ടുണ്ട്, ഹെഡർ സെക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഹോം സെക്ഷൻ, ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഹോം സെക്ഷൻ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹോം എന്ന് വിളിച്ച്, അതുപോലെ തന്നെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹോം അവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്, അതും ഞാൻ ഇവിടെ ആഡ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഫൂട്ടർ സെക്ഷനും കൂടി ആഡ് ചെയ്യാം. ഫൂട്ടർ അതും നമ്മളിവിടെ ആഡ് ചെയ്തു. അപ്പോൾ 3 സെക്ഷനും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിവിടെ
അതിൻ്റെ കോമ്പോണൻസ് മാത്രമാണ് വിളിച്ചിട്ടുള്ളത്. കോഡുകളെല്ലാം ഇതിനകത്തായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ 3 സെക്ഷനും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ എഴുതിയിട്ടുള്ള ഓരോരോ കോമ്പോണൻസും നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇതാണ് കോമ്പോണൻസ്. എന്താണ് കോമ്പോണൻസ്, അതുപോലെ തന്നെ കോമ്പോണൻസിൻ്റെ പ്രത്യേകത. റിയാക്റ്റിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് കോമ്പോണൻസ് റീയൂസബിൾ എന്ന് പറയുന്നത്. ആ ഒരു സെക്ഷനാണ് ഇപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായോ? എന്താണ് കോമ്പോണൻസ്, അതുപോലെ തന്നെ കോമ്പോണൻസ് എങ്ങനെയാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം, ഒരു കോമ്പോണൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ, ഓക്കെ ആണെങ്കിൽ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടൊന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറയണം, എന്നാലും നമുക്കത് ഒന്നും കൂടിയും ക്ലിയർ ചെയ്തു തരാൻ സാധിക്കും. ചിലവർക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്കത് ഒന്നും കൂടി എളുപ്പമാക്കി പറഞ്ഞു തരാൻ സാധിക്കും. അതുകൊണ്ടാണ് മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും അതിൻ്റെ റിസൾട്ട് തരണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ചത് കോമ്പോണൻസ് ആണ്. ഇനി നമുക്ക് ജസ്റ്റ് സി എസ് എസിനെ കുറിച്ച് പഠിക്കാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഭംഗിയില്ല കാണാൻ. ഹെഡർ ജസ്റ്റ് പേര് മാത്രമേ ഉള്ളൂ, ഹെഡർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി സി എസ് എസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇതിലുള്ള ജസ്റ്റ് സി എസ് എസ് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ സി എസ് എസ് എന്ന് പറയുമ്പോൾ സ്റ്റൈൽ ഷീറ്റ്, അതായത് ഇതിന് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡ്സിനെയാണ് നമുക്ക് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ടെക്നിക്ക് പറയാം. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇൻസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇതിനൊക്കെ സ്റ്റൈൽ ഷീറ്റ് നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ അത് നമ്മളെ ആപ്ലിക്കേഷനിൽ റിഫ്ലക്റ്റ് ആവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഹെഡർ എന്നുള്ള സെക്ഷനകത്ത് ഫോണ്ട് സൈസ് 25 പിക്സൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും. പക്ഷേ അത് നമ്മുടെ ആപ്പിൽ റിഫ്ലക്റ്റ് ആവില്ല. പക്ഷേ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് മോക്കായിട്ട് നമുക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ ഉപയോഗിക്കാം. എന്നിട്ട് ഈ കോഡ് എടുത്ത് നമുക്ക് CSS കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. ഈ രീതിയിൽ നമുക്ക് ഇൻസ്പെക്ഷന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫോർ എക്സാമ്പിൾ കളർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ മാറും. അപ്പോൾ ഈ രീതിയിൽ ഇൻസ്പെക്ട് ചെയ്ത് ജസ്റ്റ് ഈ കോഡ് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പ്രോഗ്രാമിനെ ഒന്നും കൂടി ഈസി ആയിട്ട്, അതായത് നമുക്ക് എളുപ്പത്തിൽ നമുക്കത് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചേഞ്ചസ് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു CSS എഴുതി, CSS എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് പറയാം. അപ്പോൾ CSS ക്ലാസ് എഴുതി, അപ്പോൾ അതിവിടെ റിസൾട്ട് വന്നു. ഇനി റിസൾട്ടിൽ എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് ജസ്റ്റ് മാറ്റം വരുത്തിയിട്ട് അതിൻ്റെ ചേഞ്ച് ജസ്റ്റ് CSSൽ തിരിച്ച് റീപ്ലേസ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് 3 രീതിയിൽ നമുക്ക് CSS എഴുതാൻ പറ്റും. ഒന്ന് വരുന്നത് ഇൻലൈൻ CSS, പിന്നെ വരുന്നത് ത്രൂ വേരിയബിൾ വഴി നമുക്കൊരു CSS എഴുതാം. പിന്നെ വരുന്നത് എക്സ്റ്റേണൽ CSS ഫയൽ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന സെക്ഷൻ ഇൻലൈനായിട്ട് നമുക്ക് ഒരു CSS എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ഹെഡർ സെക്ഷനിൽ തന്നെ നമുക്ക് ഫസ്റ്റ് CSS എഴുതാം. അപ്പോൾ H1 ഹെഡർ കോമ്പോണൻറ്റ് എന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ നമുക്ക് H1 എന്നുള്ള ഓപ്പൺ ടാഗും ഇത് ക്ലോസ് ടാഗും ആണ്. അതുപോലെ തന്നെ ഈ div എന്ന് പറയുന്നത് ഇത് ഓപ്പൺ ടാഗും ഇത് ക്ലോസ് ടാഗും ആണ്. അതായത് ക്ലോസ് ടാഗിന് എപ്പോഴും ഒരു ഫോർവേഡ് സ്ലാഷ് അതിൻ്റെ ടാഗിന് മുന്നിലുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് ഓപ്പൺ ടാഗ്, ഇത് ക്ലോസ് ടാഗ്, അതായത് H1ൻ്റെ ഓപ്പൺ ടാഗ് ഇതാണ്, ഇത് ക്ലോസ് ടാഗ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഓപ്പൺ ടാഗിൻ്റെ കൂടെ, അതായത് ഓപ്പൺ ടാഗ് എഴുതി അതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് സ്റ്റൈൽ എഴുതാം. ഇപ്പോൾ സ്റ്റൈൽ എഴുതുമ്പോൾ ഇതിൻ്റെ സിൻടാക്സ് വരുന്നത്, ഇപ്പോൾ നമ്മളൊരു കർലി ബ്രാക്കറ്റ് ഇട്ടു, അതിനുശേഷം ഒരു കർലി ബ്രാക്കറ്റും കൂടി ഇടാം. അതിനുശേഷം ഇനി ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം സെമിക്കോളൻ ഗ്രീൻ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പോൾ നേരത്തെ പറഞ്ഞു ഞാനിവിടെ ഇൻസ്പെക്ട് ചെയ്താൽ നമുക്കിത് ഗ്രീൻ എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇനി ഗ്രീന് നമുക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഡെവലപ്മെൻറ്റ് സൈഡിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഗ്രീൻ കളർ നമുക്ക് ഇഷ്ടമായില്ല. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കളറാണ് വേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഹൈബ്രിഡ് കളറാണ് വേണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് കളറ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം ഏത് കളറാണ് ബെറ്റർ എന്നുള്ളത്. അപ്പോൾ ആ കളറ് നമുക്ക് എടുത്തതിന് ശേഷം ഇവിടെ നിന്നും നമുക്കിത് കോപ്പി ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ ഗ്രീൻ എന്ന് എൻ്റർ ചെയ്ത് കൊടുത്ത് നമുക്കത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ മാറ്റിയ കളറായിരിക്കും ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്കതിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് എന്താണ് ഇൻലൈൻ CSS. അപ്പോൾ ഈ രീതിയിൽ, അതായത് ഒരു ടാഗിന് കൂടെ നമ്മൾ സ്റ്റൈലിനെ എഴുതുന്നതിനെയാണ് നമ്മൾ CSS എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കേസിൽ നമുക്ക് പെട്ടെന്ന് ഇവിടെ സ്റ്റൈൽ എഴുതാൻ പറ്റും. ഇത് ബാക്ക്ഗ്രൗണ്ട് കളർ, അതുപോലെ തന്നെ കളർ ഗ്രീൻ, അതായത് കളർ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റിൻ്റെ കളറാണ്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ കളറ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ ഇൻലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CSS എഴുതാൻ പറ്റും. പിന്നെ വരുന്നത് വേരിയബിൾ, അതായത് വേരിയബിൾ ത്രൂ CSS ആണ്. അതായത് ഒരു വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു CSS എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ജസ്റ്റ് ഒരു കോൺസ്റ്റ് എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റൈൽ ഈക്വൽ ടു കർലി ബ്രാക്കറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് എന്താണോ ഇത് ജസ്റ്റ് കോപ്പി ചെയ്യാം, ഇതിനകത്ത് പേസ്റ്റ് ചെയ്യാം. അതായത് എക്സാമ്പിളായിട്ട് പറയാൻ വേണ്ടിയാണ്. ഇങ്ങനെ നമുക്ക് എങ്ങനെ ചെയ്യാം, വേരിയബിൾ ത്രൂ നമ്മൾ എന്തെങ്കിലും കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് കളർ മാറ്റണം, അങ്ങനെയൊക്കെ കുറേ കേസുകൾ വരാം. അപ്പോൾ അതിനൊക്കെ നമുക്ക് വേരിയബിൾ ത്രൂ നമുക്ക് സ്റ്റൈൽ എഴുതാം. അപ്പോൾ ഞാനിവിടെ ഇത് കോപ്പി ചെയ്തു. ഇതിനകത്ത്, അതായത് ഈ ബ്രാക്കറ്റ്, ഒരു ബ്രാക്കറ്റ് മതി, ഇതിനകത്ത് ഞാനിത് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയും മാറ്റാം. ഇനി നമുക്ക് ഇത് നേരത്തെ ഉള്ളതിൻ്റെ റിഫ്ലക്ഷൻ ആണോ എന്ന് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കളർ ഒന്നും കൂടി മാറ്റാം. ഗ്രീൻ തന്നെ ആക്കാം. ഗ്രീൻ കണ്ടോ, ആ ഒരു കളർ ഇവിടെ മാറിയിട്ടുണ്ട്. ഇത് രണ്ടും ഗ്രീൻ ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേരിയബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു CSSനെ എഴുതാൻ പറ്റും. ഇനി വരുന്നത് എക്സ്റ്റേണൽ ഫയലായിട്ടാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഇൻലൈൻ CSS, അതുപോലെ തന്നെ വേരിയബിൾ CSS. ഇനി എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു CSSനെ എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഹെഡറിനകത്താണല്ലോ ഇത് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്യാം. header.css ക്രിയേറ്റ് ചെയ്തു. ഇത് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, ഇത് നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിലോട്ട്, ഇപ്പോൾ ഹെഡർ എന്നുള്ള സെക്ഷനിലോട്ട് നമ്മളിത് ഇമ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ അതിന് ഇമ്പോർട്ടിൻ്റെ പേരൊന്നും ജസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ആ CSSൻ്റെ പേര് ഇവിടെ കൊടുത്താൽ മതി. ഇനി അതിന് ശേഷം നമുക്കിവിടെ എന്ത് ചെയ്യാം, ക്ലാസ് ആഡ് ചെയ്യാം. ഹെഡർ, ഇനി ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ, ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ടെക്സ്റ്റ് കളറിന് നമ്മൾ കളറിന് മാത്രം കൊടുത്താൽ മതി. ടെക്സ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹെഡറിനെ നമുക്ക് കോപ്പി ചെയ്യാം. അതായത് ഈ ഹെഡറിന് നമുക്ക് ഇവിടെ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത് റിമൂവ് ചെയ്യാം. അപ്പോൾ എന്താണ് എങ്ങനെയാണ് വേരിയബിൾ ത്രൂ നമുക്ക് ഡിക്ലെയർ ചെയ്യാം, ഒരു CSSനെ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻലൈനായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഫയലായിട്ട് ഹെഡർ എന്നുള്ളൊരു ഫയൽ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മളത് ഇമ്പോർട്ട് ചെയ്തു. ആ ഹെഡർ ഫയലിനെ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലാസ്, അതായത് ക്ലാസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്, ആ ക്ലാസ്സിനെ ഇവിടെ വിളിച്ചാൽ മതി. അപ്പോൾ ഇവിടെ അതിനൊരു മാറ്റം വന്നിട്ടുണ്ടാവും. നമ്മൾ എന്താണോ കൊടുത്തത് അതിവിടെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിലാണ് ഫയൽ വെച്ചിട്ട് നമുക്കൊരു CSSനെ എഴുതുന്നത്. അതായത് പ്രൊജക്റ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫയൽ വെച്ചിട്ടാണ്. അതായത് ഫയൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടാണ് CSS എഴുതാറുള്ളത്. അപ്പോൾ ഇവിടെ അത് ചേഞ്ചായി. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു. ആ സിംഗിൾ പേജിൽ ഇപ്പോൾ നമ്മൾ ഹെഡറിന് വേണ്ടി നമ്മൾ ഹെഡർ എന്ന് പറയുന്ന ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്തു.
ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഈ ഹോമിനും ഒരു ഹെഡർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരും ഏത് ഹെഡറാണ് എടുക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇത് രണ്ടും വരുന്നത് ഒരു ഒറ്റ പേജിനകത്താണ്. അപ്പോൾ ഏത് CSS ആണ് എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. ഞാൻ ആദ്യം അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. എന്നിട്ട് അതെങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അതും കൂടി ഞാൻ പറയാം. അപ്പോൾ ഞാനിവിടെ ഹോമിന് വേണ്ടി ഞാനൊരു CSS ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ഫയൽ ഡോട്ട് CSS. ഓക്കെ. ഇനി ഞാനത് നമ്മുടെ പ്രൊജക്റ്റിനകത്തോട്ട്, അതായത് ഹോം എന്നുള്ള ഈ ഒരു കോമ്പണൻറ്റിൻ്റെ അകത്തോട്ട് ഞാനിത് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ. ഇവിടെ ഞാനും ഇതിനകത്ത് ഞാനൊരു ഹെഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സെയിം പേരിനകത്താണ്. പക്ഷേ ഇത് നമ്മൾ ഹോമിന് വേണ്ടി മാത്രമാണ് ഹെഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡറിൻ്റെ കളറ് ഞാൻ ഒരു റെഡ് കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ ഒരു ബ്ലൂ കൊടുത്തു, ഹെഡറിൻ്റെ കളർ ബ്ലൂ കൊടുത്തു. അതിന് ശേഷം ഞാൻ ഹോമിനകത്ത് ഇത് നമുക്കൊരു ഡിവിനകത്താക്കാം. H1 എന്നുള്ളൊരു ടാഗിനകത്ത്, H1 എന്നുള്ളൊരു ടാഗിനകത്താക്കാം. ഹോം കോമ്പോണൻറ്റ് എന്ന് എഴുതി. അതിന് ശേഷം ഞാൻ ഈ ക്ലാസ് വിളിച്ചു, ഹെഡർ എന്നുള്ള ക്ലാസ് വിളിച്ചു. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാം, ഈ രണ്ടും നമുക്ക് റെഡ് കളറിലാണ് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തത് യെല്ലോ കളറാണ്. യെല്ലോ കളറല്ലേ, ജസ്റ്റ് ചെക്ക് ചെയ്യാം. അതായത് ഹെഡറിനകത്ത് ക്രിയേറ്റ് ചെയ്ത് യെല്ലോ കളറാണ്, ഹോമിനകത്ത് ക്രിയേറ്റ് ചെയ്ത് റെഡ് കളറാണ്. ഇതൊരു ഭയങ്കര വലിയൊരു പ്രശ്നമാണ് ശരിക്കും. അതായത് നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെയിം ക്ലാസ് നെയിം ഉണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഫസ്റ്റ് വരുന്നത് ഒന്നുകിൽ 2-3 മെത്തേഡ്സുകളുണ്ട്. അതായത് ഒന്നുകിൽ നമുക്ക് ഇതിന് ഹെഡർ 1 കൊടുക്കാം, ഇവിടെ നമുക്ക് ഹെഡർ എന്ന് കൊടുക്കാം. മറ്റൊന്നിന് ഹെഡർ, ഫസ്റ്റ് നമുക്ക് ഹെഡർ 1 എന്ന് കൊടുത്തു. അതായത് ഹോമിന് ഹെഡർ 1 എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഹെഡർ 1 എന്ന് പറഞ്ഞ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കുമ്പോൾ അത് രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ചില കേസിൽ നമുക്ക് ആ ഒരു പേര് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസ്, അല്ലെങ്കിൽ നമുക്ക് അറിയാതെ നമ്മുടെ CSനകത്ത് സെയിം പേര് വരാം. അതൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. കാരണം കുറേ വളരെയധികം, അത് 1000-ഓളം ലൈനുകൾ അല്ലെങ്കിൽ 2000-3000 ലൈനുകൾ ചിലപ്പോൾ CSS എഴുതേണ്ടി വരും ചില പ്രൊജക്റ്റിലൊക്കെ. അപ്പോൾ നമുക്ക് അതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ 2 ഫയലുണ്ട് ഇവിടെ. ഒന്ന് ഹോം, അതുപോലെ തന്നെ ഹെഡർ എന്ന് പറയുന്ന CSS. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനെ ഒന്ന് റീനെയിം ചെയ്യണം. റീനെയിം എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, ഇതിനെ നമുക്കൊരു മോഡ്യൂളാക്കി മാറ്റാം. മോഡ്യൂൾ എന്ന് പറയുന്ന ആ ഒരു പേരും കൂടി ഇതിന് കൊടുക്കാം. ഇവിടെ നമുക്കത് കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ എറർ വന്നിട്ടുണ്ടാകും. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നേരത്തെ നമ്മൾ ഹെഡർ ഡോട്ട് CSS എന്നായിരുന്നു കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് എറർ വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് ഈ ഒരു പേരിലായിരിക്കണം നമ്മളിത് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ഹെഡറിനകത്ത് പോയിട്ട് ഇത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്തിടാം. അതുപോലെ തന്നെ നമ്മുടെ ഹോം സെക്ഷനകത്ത് ഞാനിത് കമൻറ്റ് ചെയ്തിടാം. അപ്പോൾ കമൻറ്റ് ഇട്ടതിന് ശേഷം നമുക്കിത് ഒന്നും കൂടി ഇത് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ട്, ഇപ്പോൾ ഇതിനൊരു പേര് കൊടുക്കാം. ഇപ്പോൾ ഹെഡറാണ്. ഹെഡർ നേരത്തെ നമ്മൾ പേര് കൊടുക്കാതെയാണ് ക്രിയേറ്റ് ചെയ്തത്. ഹെഡർ CSS ഫ്രം എവിടെ നിന്നാണ്, ഫ്രം ഹെഡർ എന്ന് പറയുന്ന ഈ CSS എന്നാണ് നമ്മളത് എടുത്തിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഹോമിനകത്തും നമുക്കിത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട്, അതുപോലെ തന്നെ ഹോം CSS ഫ്രം നമ്മുടെ ഫയൽ ഡയറക്ടറി എവിടെയാണോ അത് നമുക്കിവിടെ കാണിച്ചു കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ രണ്ടിനകത്തും ഇനി നമുക്ക് വിളിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹോം ഡോട്ട് CSS ഇവിടെ ഡയറക്റ്റ് ആണ് വിളിച്ചത്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഹോം ഡോട്ട്, നമുക്ക് ക്ലാസിൻ്റെ നെയിം എന്തായിരുന്നു, ഹെഡർ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഹെഡർ സെക്ഷനും നമ്മളിത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു കർലി ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഹെഡർ വിളിക്കാം. ഇനി നമുക്ക് നമ്മുടെ പേജിൽ പോയി നോക്കാം. ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടില്ലല്ലോ.
ഇവിടെ നമ്മൾ പേര് മാറ്റിയിടുന്നു. അപ്പോൾ സെയിം പേര് തന്നെ കൊടുക്കാം. ഇപ്പോൾ രണ്ടിനും നമ്മൾ കൊടുത്ത 2 ഹെഡറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും, അതായത് സെയിം നെയിം 2 ക്ലാസ്സിൽ വരികയാണെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് വരുന്നത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളത്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും മനസ്സിലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് നാളെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഇതിൻ്റെ അഡ്വാൻസ് ലെവലിലോട്ട് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങളാണ്. അങ്ങനെ കുറേ ഇതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ബ്ലോഗ് ആപ്പ് പോലത്തെ ആ ഒരു ആപ്പ് നമുക്ക് വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, എങ്ങനെ ഒരു കോമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ CSS ഡിക്ലെയർ ചെയ്യാം, അതുപോലെ തന്നെ എക്സ്പ്രഷൻസ് എന്താണ്, ഫ്രാഗ്മെൻറ്റ് ടാഗ് എന്താണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിനകത്ത് ഡൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതായത് നമ്മുടെ റിയാക്ട് ജേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്തോ നമുക്ക് ഡിസ്കഷൻ നടത്താം. ഇൻസ്റ്റാളേഷൻ കോഡ് ഞാൻ ഓൾറെഡി ഇവിടെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അതായത് റിയാക്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് Node.js ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ, അതായത് npx create react എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമൻറ്റ് ഉണ്ടല്ലോ, അത് കൊടുത്താൽ മതി. പിന്നെ അതിന് മുമ്പ് ഇത് ഗ്ലോബലി വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതായത് ഇതായിരിക്കും ബെറ്റർ. ഗ്ലോബലി ഫസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ കോഡ്, അതായത് ഈ ഒരു കോഡ് ഉണ്ടല്ലോ, ഈ ഒരു കോഡ് നമ്മൾ ചെയ്താൽ മതി. ഇത് ഗ്ലോബലി ഇൻസ്റ്റാൾ ചെയ്യാനാണ്. ഗ്ലോബലി ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഗ്ലോബലി ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ പിന്നീട് നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ആ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഗ്ലോബലി അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ല? അപ്പോൾ എല്ലാവരും ലാപ്ടോപ്പിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ കാര്യങ്ങൾ. ഇതിൻ്റെ ഗിറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഗിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗിറ്റ് ഡീറ്റെയിൽസ് ഞാൻ ആഡ് ചെയ്ത് തരാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഗിറ്റിൻ്റെ ആവശ്യമില്ല. ഇത് ചെറിയ കാര്യങ്ങളായതുകൊണ്ട് ഇനി വേണമെങ്കിൽ ഞാൻ ഗിറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ലാപ്ടോപ്പിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അപ്കമിങ് ക്ലാസ്സിൽ ആ ഒരു പ്രൊജക്റ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.